So, Werner's theory എന്താണ് Werner's theory? Though Werner was a scientist that he studied about the coordination complexes ഇപ്പം കെമിക്കൽ മിസ്റ്റേൺസ് ഒരേ മെറ്റലും ഒരേ ടൈപ്പ് ഓഫ് ലിഗാൻസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കണ്ടെയ്ൻ ചെയ്യുന്ന സമയത്ത് തന്നെ ദാറ്റ് ഹാസ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് അയോൺസ് വെൻ ഡിസോൾഡ്. നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് അയോൺസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്, അതിൻ്റെ കളർ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ അതൊരു കെമിക്കൽ മിസ്റ്ററി ആയിട്ട് തുടരുന്ന സമയത്ത് വെർണറാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും CO ഉണ്ട്, Cl ഉണ്ട്, അതേപോലെ തന്നെ NH3 ഉണ്ട്. എല്ലാത്തിലും അതേ സെയിം നമ്പർ ഓഫ് സെയിം കോമ്പൗണ്ട്സ് ആണുള്ളത്. പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് അയോൺസ് വ്യത്യാസമുണ്ട്, അതിൻ്റെ കളറ് വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. സോ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ളത് വെർണർ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. ഇൻ 1893 വെർണേഴ്സ് തിയറി സജസ്റ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു ദാറ്റ് മെറ്റൽ അയോൺസ് ഹാവ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസീസ്. രണ്ട് ടൈപ്പ് ഓഫ് വാലൻസീസ് ആർ ദർ ഫോർ ദ മെറ്റൽ ഇൻ കോംപ്ലക്സ് കോർഡിനേഷൻ കോംപ്ലക്സ്. ഇപ്പോൾ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അയോണൈസബിൾ വാലൻസി ദാറ്റ്സ് ഈക്വൽ ടു ദ മെറ്റൽ ഓക്സിഡേഷൻ നമ്പർ. പ്രൈമറി വാലൻസി എന്താ, നമ്മൾ നേരത്തെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പം ഈ പ്രൈമറി വാലൻസി പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ മെറ്റൽസ് ഓക്സിഡേഷൻ നമ്പർ. സെക്കൻഡറി വാലൻസിയോ, ഓക്കെ, സെക്കൻഡറി വാലൻസി ഇസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഡയറക്ട്ലി ബോണ്ടഡ് ടു ദ മെറ്റൽ. ഇപ്പം നേരത്തെ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടേക്ക് ദിസ് വൺ CONH3 6 times Cl3. ഇപ്പം ഇവിടെ CO കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആയിട്ടുള്ളത്. ഈ സെൻട്രൽ മെറ്റലുമായിട്ട് ഡയറക്ട്ലി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ എന്നും പറയുന്നു, അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി അല്ലെങ്കിൽ നോൺ അയണൈസബിൾ വാലൻസി എന്ന് പറയും. സോ ദാറ്റ്സ് ദ കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി. ഇവിടെ CONH3 6 ടൈംസ് നോക്കുന്ന സമയത്ത് 6 അമോണിയ മോളിക്യൂൾസ് കൊബാൾട്ടുമായിട്ട് ഡയറക്ട്ലി കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡറി വാലൻസി ഓഫ് കൊബാൾട്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഈസ് 6. എന്നാൽ ഇവിടെ നോക്കുന്നത് ഈ 3 Cl ഈസ് നോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ കൊബാൾട്ട്. സോ അതെന്തല്ല സെക്കൻഡറി വാലൻസിയിൽ വരുന്ന അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പറിൽ വരുന്ന കാര്യമല്ല. ദെൻ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുന്ന സമയത്തോ NH3 5 times Cl. ഇവിടെയും 5 അമോണിയും കൊബാൾട്ടുമായിട്ട് ഡയറക്ട്ലി ബോണ്ടഡ് ആണ്. 1 Cl ഈസ് ആൾസോ ഡയറക്ട്ലി ബോണ്ടഡ് ടു കൊബാൾട്ട്. ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി ഓഫ് കൊബാൾട്ട് ഇവിടെ എന്താണ്, 6 ആണ്. കോർഡിനേഷൻ നമ്പർ എത്രയാണ്, 6 ആണ്. ആൻഡ് സോ ദാറ്റ്സ് ദ സെക്കൻഡറി വാലൻസി. ആൻഡ് പ്രൈമറി വാലൻസി എന്താ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പറിനെയാണ് നമ്മൾ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. സോ ഈ പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി, primary valence is equal to oxidation state of the metal and secondary valence is equal to coordination number of the metal തുടങ്ങിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നമ്മൾ these are the basic things also, but you should remember this. ഇങ്ങനെയുള്ള ബേസിക് തിങ്സ് ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷനായി പോവുകയോ അതുമൂലം വിലപ്പെട്ട മാർക്കുകൾ നമുക്ക് നഷ്ടപ്പെടുകയോ ചെയ്യും. സോ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുമെങ്കിൽ കൂടി ജസ്റ്റ് റിവൈസ് ദീസ് തിങ്സ്. Okay, so that's about primary and secondary valence. ഇനി primary valence it is satisfied by anions. Primary valence നമുക്കറിയാവുന്ന പോലെ that is the oxidation state of the metal. അപ്പോൾ oxidation state of the metal oxidation state പ്ലസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണ് വരിക. അപ്പം ആനിയോൺസ് ആണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള പ്രൈമറി വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡറി വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബോത്ത് ആനിയോൺസ് ആൻഡ് അമോണിയ പോലെയുള്ള ന്യൂട്രൽ ലിഗാൻസും സെക്കൻഡറി വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡറി വാലൻസി, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് റിലേറ്റിംഗ് ടു ദ സെക്കൻഡറി വാലൻസി ഈസ് ദാറ്റ് ദ സെക്കൻഡറി വാലൻസി ഡിസൈഡ്സ് ദ ജിയോമെട്രി ഓഫ് ദ കോംപ്ലക്സ്. സെക്കൻഡറി വാലൻസി ഡിസൈഡ്സ് ദ ജിയോമെട്രി ഓഫ് ദ കോംപ്ലക്സ്. കോർഡിനേഷൻ നമ്പർ എന്ന് നമ്മൾ അതിനെ പറയും സെക്കൻഡറി വാലൻസി. സോ സെക്കൻഡറി വാലൻസി ആണ് ജിയോമെട്രി ഓഫ് ദ കോംപ്ലക്സ്. ഇഫ് ദ സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു 6 ആണെന്നെങ്കിൽ അത് that will be an octahedral complex. If the secondary valency or coordination number is equal to 4, that will be a tetrahedral or that will be a square planar complex. അപ്പോൾ സെക്കൻഡറി വാലൻസി ആണ് നമ്മുടെ geometry of the complex ഡിസൈഡ് ചെയ്യുന്നത്. Then there is very important topic of isomerism. Isomerism നമുക്ക് അറിയാവുന്ന പോലെ തന്നെ isomerism എന്താണ്, സെയിം കോമ്പൗണ്ട് സെയിം മോളിക്കുലർ ഫോർമുലയായിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ മോളിക്യൂൾസ് തമ്മിൽ ഡിഫർ ചെയ്തിരിക്കും. സെയിം പക്ഷേ എല്ലാം എന്തായിരിക്കും,
സെയിം മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ദെൻ ഐസോമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് ഐസോമേഴ്സ്, സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആൻഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. എന്താണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്? സ്ട്രക്ചറൽ ഐസോമേഴ്സ് or constitutional isomers have the same molecular formula but different bonding arrangements among the atoms. ആറ്റംസ് ഈ സെൻട്രൽ മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ എന്തുണ്ടായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആസ് എ ഹോൾ ദ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദാറ്റ്സ് ദ സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ആൻഡ് ദർ ആർ സ്റ്റീരിയോ ഐസോമേഴ്സ്. എന്താ സ്റ്റീരിയോ ഐസോമേഴ്സ്? സ്റ്റീരിയോ സ്പെസിഫിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്നാൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദ ലിഗാൻസ്. ഈ മെറ്റലിന് ചുറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ള ലിഗാൻസിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിന് ഉണ്ടാവുന്ന ഡിഫറൻസ് മുഖേന ഉള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. മറ്റേത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്, ഇത് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. അപ്പോൾ മെയിൻലി 2 ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് ആണുള്ളത്, സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. ദെൻ അണ്ടർ സ്ട്രക്ചറൽ ഐസോമറിസം ദർ കംസ് സോൾവേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയാറുണ്ട്. ദാറ്റ്സ് ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് എന്ന് പറയും. എന്താണ് ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാവും? ഹൈഡ്രേറ്റ് അഥവാ വാട്ടർ മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണത്തിൽ ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സോൾവേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പം CrH2O 6 times 3Cl3. അപ്പം ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്ത് എത്രയുണ്ട്? 6 H2O ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുന്ന സമയത്തോ CrH2O 5 times Cl, അവിടെ എത്രയേ ഉള്ളൂ? 5 H2O ഉള്ളിലുള്ളൂ, കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ളൂ. പക്ഷേ പുറത്ത് എന്തുണ്ട്? Cl2 H2O, ഒരു H2O എന്തുണ്ട്? പുറത്തുമുണ്ട്. ടോട്ടൽ മോളിക്യൂൾസ് നോക്കുന്ന സമയത്ത് 6 വാട്ടർ മോളിക്യൂൾസ് രണ്ടാമത്തെ കോമ്പൗണ്ടിലുണ്ട്, ആദ്യത്തെ കോമ്പൗണ്ടിലുണ്ട്. പക്ഷേ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്ത് ആദ്യത്തെ കോംപ്ലക്സിൽ 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, രണ്ടാമത്തെ കോംപ്ലക്സിലോ 5 വാട്ടർ മോളിക്യൂൾസ് ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഹൈഡ്രേറ്റ് ഐസോമറിസം. ആൾസോ സിമിലർലി ഈ തേർഡ് കോമ്പൗണ്ട് നോക്കുന്ന സമയത്തും 2 വാട്ടർ മോളിക്യൂൾസ് പുറത്തും 4 വാട്ടർ മോളിക്യൂൾസ് അകത്താണുള്ളത്. എന്നാൽ ടോട്ടൽ മോളിക്കുലർ ഫോർമുല നോക്കുന്ന സമയത്ത് എല്ലാം സെയിം ആണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഹൈഡ്രേറ്റ് ഐസോമറിസം. ദെൻ ദർ ഇസ് ലിങ്കേജ് ഐസോമറിസം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ NO2 എന്നുള്ള മോളിക്യൂളിന് നൈട്രജനിലൂടെയും മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാം, അതേപോലെ തന്നെ ഓക്സിജനിലൂടെയും മെറ്റലുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നൈട്രജനിലൂടെ ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ONO CONH3 5 times ONOCl2 എന്നുള്ള കോമ്പൗണ്ടാണ് ഓക്സിജനിലൂടെ മെറ്റലുമായിട്ട് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതെങ്കിൽ നൈട്രജനിലൂടെ ഫോം ചെയ്യുന്ന സമയത്ത് NO2 എന്നുള്ള രീതിയിലുള്ള സാധാരണ കോമ്പൗണ്ട് തന്നെ ഉണ്ടാവും. അപ്പം ടോട്ടൽ മോളിക്കുലർ ഫോർമുല നോക്കുന്ന സമയത്ത് ബോത്ത് ഓഫ് ദീസ് ആർ സെയിം. പക്ഷേ അതിൻ്റെ സെൻട്രൽ മെറ്റലും ലിഗാൻഡുമായിട്ടുള്ള ലിങ്കേജ് വെച്ച് നോക്കുന്ന സമയത്ത് ദീസ് 2 ആർ ഡിഫറെൻറ്റ്. അപ്പം ഈ ദീസ് ആർ ലിങ്കേജ് ഐസോമറിസം. ദെൻ ദർ ഈസ് കോർഡിനേഷൻ ഐസോമറിസം. കോർഡിനേഷൻ ഐസോമറിസം വി ക്യാൻ ഇങ്ങനെ ഈ രീതിയിൽ ആനിയോണും കാറ്റിയോണും 2 പാർട്ടും കോർഡിനേഷൻ സ്ഫിയേഴ്സ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള രീതിയിലും ഇവിടെ കോംപ്ലക്സ് ഉണ്ടാവും. ഇപ്പോൾ CONH3 6 times CrCN 6 times. ഇവിടെ ഒന്ന് കാറ്റിയോൺ ആയിരിക്കും, ഒന്ന് ആനിയോണും ആയിരിക്കും. ഇത് ഇതിൻ്റെ ടോട്ടൽ ചാർജ് അല്ല, ഐ ജസ്റ്റ് മെൻ ടു ബി ദാറ്റ്സ് ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ടോട്ടൽ ചാർജ് പോസിറ്റീവ് ആണ്, കാറ്റിയോൺ ആണ്, ദിസ് ഈസ് ആനിയോൺ എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ കോർഡിനേഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഈ കോർഡിനേഷൻ സ്ഫിയർ കാറ്റിയോൺ പാർട്ടും ആനിയോൺ പാർട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള കോർഡിനേഷൻ സ്ഫിയേഴ്സ് ആയിട്ടുള്ള കോമ്പൗണ്ടിലാണ് ഈ കോർഡിനേഷൻ ഐസോമറിസം ഉണ്ടാവുക. So CONH3 6 times and CrCN 6 times. This whole thing is one complex. ഒരു കോംപ്ലക്സ് ആണത്. അപ്പം ഇതിനകത്ത് തന്നെ ഈ കാറ്റോണിക് പാർട്ടും ആനോണിക് പാർട്ടും തമ്മിൽ ഈ ലിഗാൻസിന് അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ എക്സ്ചേഞ്ച് സംഭവിക്കുന്ന സമയത്താണ് കോർഡിനേഷൻ ഐസോമറിസം അറേഞ്ച് ചെയ്യുന്നത്. സോ CONH3 6 times CrCN 6 times എന്നുള്ളത് CrNH3 6 times COCN 6 times എന്നുള്ള രീതിയിൽ മാറുന്ന സമയത്ത് ആസ് എ ഹോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നോക്കുന്ന സമയത്ത് എന്താണ്? ബോത്ത് ആർ ദ സെയിം കോമ്പൗണ്ട്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ബോണ്ടിങ് എടുത്ത് നോക്കുന്ന സമയത്ത് ദീസ് 2 compounds are different. So that is these are isomers, coordination isomers. Then there is ionization isomers. Ionization isomers എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അയോണൈസേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അയോൺസിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അയോണൈസേഷൻ ഐസോമേഴ്സ്. അപ്പോൾ CrNH3 5 times SO4 Br ഉം
CuNH3 5 times BrSO4 ഉം ഇത് അയണൈസ് ചെയ്താൽ എന്തുണ്ടാവും CrNH3 5 times SO4 പ്ലസും Br മൈനസ് എന്നുള്ള അയോൺ ഉണ്ടാവാം. എന്നാൽ ഇത് അയണൈസ് ചെയ്താലോ CuNH3 5 times Br പ്ലസും SO4 2 മൈനസും ഇവിടെ 2 പ്ലസും SO4 2 മൈനസ് എന്നുള്ള അയോൺസ് ഉണ്ടാവുക. പക്ഷേ ആസ് എ ഹോൾ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും 5 അമോണിയ മോളിക്യൂൾസ് ഉണ്ട്, ഒരു SO4 മോളിക്യൂൾ ഉണ്ട്, ഒരു Br മോളിക്യൂൾ ഉണ്ട്, ഒരു Br ആറ്റം ഉണ്ട്, ഒരു Cr അല്ലെങ്കിൽ ഒരു CO. ഇവിടെ Cr ആണ് വരേണ്ടത് കേട്ടോ, ഏതൊരു Cr or CO. അപ്പോൾ മോളിക്കുലർ ഫോർമുല നോക്കുന്ന സമയത്ത് ബോത്ത് ആർ ദ സെയിം കോമ്പൗണ്ട്സ്. പക്ഷേ ഉണ്ടാവുന്ന അയോൺസിന് നോക്കുന്ന സമയത്ത് ദർ different ions are produced when it is ionized. So that is ionization isomerism. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസത്തിൻ്റെ കീഴിൽ വരുന്ന മേജർ ടൈപ്പ് ഓഫ് ഐസോമെറിസം ആണ് സോൾവൈറ്റ് ഐസോമെറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമെറിസം, ലിങ്കേജ് ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം, and then there is ionization isomerism. Then സ്റ്റീരിയോ ഐസോമെറിസം. ഈ സ്ട്രക്ചറൽ ഐസോമെറിസം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഇതിട്ട് ലിങ്കേജ്, ഇപ്പം മോളിക്യൂൾസ് തമ്മിലുള്ള ഇപ്പം മെറ്റലും അതുപോലെ തന്നെ ലിഗാൻസും തമ്മിലുള്ള ലിങ്കേജിലുള്ള വ്യത്യാസം കാരണമാണ് സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ടാവുന്നതെങ്കിൽ സ്റ്റീരിയോ ഐസോമെറിസം വാസ് അറൈസ്ഡ് ഡ്യൂ ടു ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ഡിഫറൻസ് ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദ ലിഗാൻസ് അറൗണ്ട് ദ സെൻട്രൽ മെറ്റൽ. സ്റ്റീരിയോ ഐസോമെറിസത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ഐസോമെറിസം ആണ് വരുന്നത്. ദെൻ ജിയോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ജിയോമെട്രിക്കൽ ഐസോമെറിസം നമുക്ക് അറിയുന്ന പോലെ തന്നെ സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം ആണ്. സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം that we can be found. Okay, here see this cis PT-NH3 twice Cl2. നമുക്കറിയാം നമ്മൾ സിസ് ഐസോമെറിസം എന്ന് പറയാൻ എന്താ, ഈ സിമിലർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സിമിലർ ആറ്റംസ് ഓൺ ദ സെയിം സൈഡ്, ഏറ്റവും അടുത്ത സൈഡിൽ തന്നെ കാണപ്പെടുന്നെങ്കിൽ ദാറ്റ് ഇസ് സിസ് ഐസോമർ. എന്നാൽ ഇവിടെ നോക്കുന്നത് ഇപ്പോൾ ഈ 2 Cl എന്താണ്, കറക്റ്റ്ലി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ 2 NH3 കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ട്രാൻസ് ഐസോമർ ആണ്. ദിസ് ഈസ് ട്രാൻസ് ഐസോമർസ്. ദിസ് ഈസ് എ ടെട്രാഹെഡ്രൽ കോമ്പൗണ്ട്. കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള ടെട്രാഹെഡ്രൽ കോമ്പൗണ്ട്സിലാണെങ്കിൽ ഇങ്ങനെ നോക്കും. Then if it is a octahedral complex, ഇപ്പം this is CuNH3 4 times Cl2. അങ്ങനെയാണെങ്കിൽ ഈ 2 Cl എന്താണ്, വളരെ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ സിസ് ഐസോമർ. ആൻഡ് ഈ 2 Cl കറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ട്രാൻസ് CuNH3 4 times Cl2 whole plus. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ NH3s എന്താ ഇവിടെ അടുത്തടുത്തല്ലേ നിൽക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സിസ് ആയിക്കൂടെ. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഹോൾ അറേഞ്ച്മെന്റ്സ് വിൽ ബി ഓൺലി സിസ് പ്രൊഡക്ട്സ് വിൽ ബി ദർ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇവിടെ CLന്റെ അറേഞ്ച്മെന്റ്സ് ആണ് നോക്കുന്നത്. CLs തമ്മിൽ ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രാൻസ്. CLs തമ്മിൽ അടുത്താണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സിസ്. സോ ദാറ്റ് ഈസ് സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം. ദാറ്റ് കംസ് അണ്ടർ സ്റ്റീരിയോ ഐസോമെറിസം. ഐസോമെറിസത്തിൽ സ്റ്റീരിയോ ഐസോമെറിസത്തിൽ മറ്റൊരു ടൈപ്പ് ഓഫ് ഐസോമെറിസം ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ഒപ്റ്റിക്കൽ ഐസോമെറിസം ഈസ് ബേസിക്കലി nothing but it is related to the specific rotation of the light. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ എനാൻഷ്യോമേഴ്സ്, മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. ഈ 2 കോംപ്ലക്സും തമ്മിൽ മിറർ ഇമേജസ് ആണെങ്കിൽ എനാൻഷ്യോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയും. ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സ്പേഷ്യൽ അറേഞ്ച്മെന്റിലാണ്. ആൻഡ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, നമുക്കറിയാം അതുപോലെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇപ്പോൾ ഒരു മോളിക്യൂൾ സ്പെസിഫിക് റൊട്ടേഷൻ അതിൻ്റെ +36 ഡിഗ്രി ടു ദ റൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആ മോളിക്യൂൾസിലൂടെ 36 ഡിഗ്രി വലത്തെ ഭാഗത്തോട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമർ അതിനെ -36 ഡിഗ്രി അല്ലെങ്കിൽ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്ക് 36 ഡിഗ്രിയാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമർ. മറ്റേ ഒപ്റ്റിക്കൽ ഐസോമർ സ്പെസിഫിക് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ആയിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഐസോമേഴ്സിനെ പറയുന്നവരാണ് സ്റ്റീരിയോ ഐസോമേഴ്സിൽ വരുന്ന ഒപ്റ്റിക്കൽ ഐസോമറിസം. So that was optical isomerism. And the optical isomerism octahedral complex ആണ് optical isomerism വരിക എന്നുള്ളത്. Just look at this picture. Then these are some important points related to the isomerism. Tetrahedral and square planar complex of the type Ma4, Ma3b and Mab3 are and octahedral complex of the type Ma6, Ma5b doesn't show geometrical isomerism. എന്തുകൊണ്ടാണ് geometrical isomerism കാണിക്കാതിരിക്കുന്നത്? Because possible spatial arrangements are equivalent.
നമ്മളത് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ MA4 ആവുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക? സോറി, ഓക്കെ, MA4 ആവുന്ന സമയത്ത് ഈ 4 ഭാഗത്തും എന്തായിരിക്കും? എകളായിരിക്കും. അല്ലെങ്കിൽ NH3 ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ലിഗാൻഡ്സ് എല്ലാം സെയിം ലിഗാൻഡ്സ് ആയിരിക്കും. ഈ ലിഗാൻഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലൊന്നും there is no റിലേറ്റീവ് സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് MA3B ആയാലും MAB3 ആയാലും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ സമയത്ത് MA6 MA5B ഒക്കെ നോക്കുന്ന സമയത്തും ഈ റിലേറ്റീവ് സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഡിഫറൻസ് ഇല്ല, ഓൾ ആർ ഇക്വലന്റ് ആവുന്ന സമയത്ത് then there will be non-geometrical isomers. അപ്പം MA4 MA3B MAB3 ടൈപ്പ് ഓഫ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MA6 MA5B ടൈപ്പുള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആവുന്ന സമയത്തും there will be no geometrical isomers. അപ്പം ഒരു പക്ഷേ ഐസോമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന ഒന്ന് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് തന്നിട്ട് ഇത് തമ്മിൽ ഏത് ഐസോമേഴ്സ് ആണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിന്റെ പെർട്ടിക്കുലർ ഐസോമർ, ഇപ്പോൾ ലിങ്കേജ് ഐസോമറും ഐസോമേഴ്സ് ഇൻ ദ ഗിവൺ ഓപ്ഷൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഇത് എത്ര ഐസോമേഴ്സ് കാണിക്കും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എത്ര ഐസോമേഴ്സ് കാണിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ MA4 MA3B ഒക്കെ ആവുന്ന സമയത്ത് there will be no geometrical isomers എന്നുള്ള പോയിന്റ് ആദ്യം അറിഞ്ഞിരിക്കാം. Then we can go to the stereo isomers only. Structural isomers only. Geometrical isomers comes under the stereo isomers. Then structural isomers മാത്രം നോക്കിയാൽ മതി, ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കൂടി നോക്കിയാൽ മതി അവിടെ. Then no geometrical isomers for some four tetrahedral സിമിലർ ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഐസോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള. നോ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഫോർ ടെട്രാഹെഡ്രൽ ബട്ട് മേ ഷോ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിനെ സംബന്ധിച്ച് അവിടെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഇല്ലെങ്കിൽ കൂടെ അവിടെ ഉണ്ടാവാം ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവും. സ്ക്വയർ പ്ലാനാർ മേ ഹാവ് ജോമെട്രിക്കൽ ഐസോമേഴ്സും ബട്ട് നോ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും. ഇതെല്ലാം നിങ്ങൾ ബേസിക്കായി പഠിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടുള്ളത്, പക്ഷെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. Then we can go to the valence bond theory. അപ്പം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് there are several theories. ഇപ്പോൾ ഒരു നമ്മൾ ബേസിക് കെമിക്കൽ ബോണ്ടിങ് പഠിക്കുന്ന സമയത്ത് there was valence bond theory also. അവിടെ ഉണ്ടായിരുന്നു valence bond theory. അവിടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഉണ്ടായിരുന്നു, അങ്ങനെ ക്ലാസിക്കൽ തിയറി ഉണ്ടായിരുന്നു, ഒരുപാട് തിയറികളുണ്ട്. അതുപോലെ തന്നെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നതിനെ സംബന്ധിച്ചും there are several theories. First one is valence bond theory. valence bond theory അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല എന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സ്പീഡാക്കുന്നതാണ്. ദെൻ ലിനസ് പോളിംഗ് 1931 പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള തിയറാണ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയിൽ ബേസിക്കലി നമ്മൾ പറയുന്നത് എന്താണ്? ഹൈബ്രിഡൈസേഷൻ ആണ്. മെറ്റൽസിന്റെ ഓർബിറ്റ്, ദ വാക്കന്റ് ഓർബിറ്റൽസ് ഓഫ് ദ മെറ്റൽ ആറ്റം ഓർ അയോൺ അണ്ടർഗോ suitable hybridization to yield a set of equivalent hybrid orbitals of definite geometry. ഈ ജോമെട്രിയും പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി വാലൻസ് ബോണ്ട് തിയറി മുഖേന നമുക്ക് സാധിക്കും. സോ ഹൈബ്രിഡൈസേഷൻ ആണ് വാലൻസ് ബോണ്ട് തിയറിയുടെ ബേസിക് തിങ് എന്ന് പറയുന്നത്. ഇഫ് n-1, അപ്പം ഹൈബ്രിഡൈസേഷൻ പോകുന്ന സമയത്ത് if n-1d orbitals are used for hybridization, then the complex formed is called the inner orbital complex. എന്തുകൊണ്ടാ ഈ ഇന്നർ ഓർബിറ്റൽ n-1 ഇപ്പോൾ 3D ആണെന്നുണ്ടെങ്കിൽ 3D ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ then it is called inner orbital complex. nd ഓർബിറ്റൽ ആണ്, അപ്പോൾ 4D ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ then it is called outer orbital complex. ഇപ്പോൾ inner orbital complex എന്താ, outer orbital complex എന്താ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അവിടെ അറിഞ്ഞു വെക്കുക. വാലൻസ് ബോണ്ട് തിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. Then strong field ligands like NH3Cn- causes spin pairing of electrons. ഈ വാലൻസ് ബോണ്ട് തിയറി കൺസിഡർ ചെയ്യുന്ന സമയത്ത് there are two types of ligands that are strong field ligands and then there is weak field ligands. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്ത് ചെയ്യും? ഈ മെറ്റൽസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുമായിട്ടാണ് മെറ്റൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് ദാറ്റ് ലിഗാൻഡ് വിൽ കോസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ ഇറ്റ് വിൽ ബി പെയർഡ്. ദെൻ ദിസ് 3D ഓർബിറ്റൽ വിൽ ബി വേക്കൻറ്റ് ആൻഡ് ഇറ്റ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അത് 3Dയിലെ ഒരു വാക്കൻറ്റ് ഓർബിറ്റൽ 4sഉം 4pയും കൂടി ടോട്ടൽ അത് DsP3 എന്നുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ, ഇത് ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ മാത്രം വേണ്ടി പറയുകയാണ്. DsP3 എന്നുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ ഇവിടെ ഉണ്ടാവുകയും ആ ഹൈബ്രിഡൈസേഷൻ മുഖേന ആ മെറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുകയും ചെയ്യും.
അപ്പം there are two types of ligands according to VBT, that are strong field ligands which causes pairing of electrons, and there are weak field ligands that does not causes pair of electrons. ഈ സ്ട്രോങ് ഫീൽഡ് ആൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് തിയറി ആയിട്ടുള്ള ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലും ആവശ്യം വരുന്ന അവിടെയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി, ഇത് കോർഡിനേഷൻ നമ്പർ 2 ആവുന്ന സമയത്ത് ലീനിയർ ആയിരിക്കും, ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, SP ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ മുഖേനയാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ ആ പെർട്ടിക്കുലർ കോംപ്ലക്സിൻ്റെ ഷേപ്പും ജോമെട്രിയും എല്ലാം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ sp3d ആവുന്ന സമയത്ത് ദ ഷേപ്പ് വിൽ ബി സ്ക്വയർ പ്ലാനർ. sp3d ആവുന്ന സമയത്ത് ട്രൈഗണൽ ബൈപിരമിഡും ഉണ്ടാവും. ആക്ച്വലി ദിസ് ഈസ് എ മേജർ ഡ്രോബാക്ക് ഓഫ് VBT ആൾസോ. sp3d സെയിം ഹൈബ്രിഡൈസേഷൻ വരുന്ന സമയത്ത് എന്ത് വരാം, സ്ക്വയർ പ്ലാനറും വരാം, ട്രൈഗണൽ ബൈപിരമിഡും വരാം. അപ്പം അത് VBTയുടെ ഒരു ഡ്രോബാക്സ് നമ്മളൊന്നുകൂടി പറയും ലാസ്റ്റ്. അപ്പം VBT ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് സെയിം ഹൈബ്രിഡൈസേഷനിൽ സ്ക്വയർ പ്ലാനറും ട്രൈഗണൽ ബൈപിരമിഡും വരുന്നുണ്ട്. സോറി, ഓക്കെ. ദെൻ സ്ക്വയർ പിരമിഡിൽ sp3d2 വരുന്ന സമയത്ത് സ്ക്വയർ പിരമിഡിലാണ് വരുന്നത്. ദെൻ sp3d2 ഹൈബ്രിഡൈസേഷൻ വരുന്ന സമയത്ത് ഒക്ടാഹെഡ്രലും വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു VBT. അക്കോർഡിംഗ് ടു VBT ആണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് ജോമെട്രി ഓഫ് ദ കോംപ്ലക്സ് വി ക്യാൻ പ്രെഡിക്റ്റ്. ദെൻ ഹൈബ്രിഡ് ഓർബിറ്റൽസും ബോണ്ടിങ് ഇൻ ഒക്ടാഹെഡ്രൽ ആണ്. ഓരോ ടൈപ്പ് ഓഫ് കോംപ്ലക്സിനും ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലാനറിനും ടെട്രാഹെഡ്രലിനും ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ VBT എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇൻ ദിസ് CrNH3 6 times 2+, ദിസ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. എത്രയാണ്, 6 അമോണിയ മോളിക്യൂൾസ്. കോർഡിനേഷൻ നമ്പർ എത്രയാണ് അവിടെ വരിക, 6 അമോണിയ മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി attached to the chromium. So coordination number will be 6. കോർഡിനേഷൻ നമ്പർ 6 ആവുന്ന സമയത്ത് ഏതായിരിക്കും, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് CrNH3 6 times 3+ എന്നുള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എങ്ങനെ അക്കോർഡിംഗ് ടു VBT എങ്ങനെ ഫോം ചെയ്യുന്നുള്ളതാണ് ഇവിടെ സ്കീമാറ്റിക്കലി കാണിച്ചിട്ടുള്ളത്. Cr3+ സ്റ്റേറ്റിലാണ് ഈ പെർട്ടിക്കുലർ കോമ്പൗണ്ടിൽ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ Crൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇൻ Cr3+ സ്റ്റേറ്റ്. സോ ഈ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ദെൻ വി നീഡ് 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. സോ അതിന് വേണ്ടിയിട്ട് D2 sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഇവിടെ VBT അനുസരിച്ച് ഉണ്ടാവുന്നത്. ഇൻ യൂസിങ് these D2 sp3 hybridized orbitals, it coordinates to the 6 NH3 molecules and forms the compound CrNH3 6 times 3+ എന്നുള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ് അക്കോർഡിംഗ് ടു VBT. സിമിലർലി നമുക്കിവിടെ NaCN4 2- എന്നുള്ള ഈ സ്ക്വയർ പിരമിഡൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് അക്കോർഡിംഗ് ടു VBT എങ്ങനെ ഫോം ചെയ്യുന്നുള്ളത് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി സ്കീമാറ്റിക്കലി നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ദെൻ ദർ ഈസ് ടെട്രാഹെഡ്രൽ അയോൺ. ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള ZnOH4 4 times 2- എന്നുള്ള ഈ കോംപ്ലക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അക്കോർഡിംഗ് ടു VBT ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ VBT അത്രക്കധികം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ മൊത്തം പറഞ്ഞിട്ടുള്ളത്. ദെൻ ദർ ആർ ഡ്രോബാക്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി പൂർണ്ണമായിട്ട് 100% നമുക്ക് യൂസ്ഫുൾ അല്ല. ദർ ആർ സം ഡ്രോബാക്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. അതുകൊണ്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പോലെയുള്ള പുതിയ തിയറീസ് പ്രപ്പോസ് ചെയ്യപ്പെട്ടതും അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. സോ ഡ്രോബാക്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി, എന്തുകൊണ്ടാണ് വാലൻസ് ബോണ്ട് തിയറി തള്ളി പോകാൻ കാരണം, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കളർ ഓഫ് ദ കോർഡിനേഷൻ കോമ്പൗണ്ട്. നമുക്കറിയാം ഈ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾ ആർ വേരിയസ്ലി കളേർഡ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കളറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നത്. ആ കളർ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ അതൊരു മേജർ ഡ്രോബാക്ക് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ആണ്. ദെൻ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ ബേസ്ഡ് ഓൺ ജോമെട്രി. ജോമെട്രി അനുസരിച്ച് ഒരു കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ അതൊരു ഡയാമാഗ്നറ്റിക് ആണോ എന്നൊന്നും ഈ വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് another drawback of the valence bond theory. Then it does not explain why some cold inner and some and outer some complex same metal ion with the same oxidation state. Same metal ion same oxidation state ആവുന്ന സമയത്ത് തന്നെ ചിലത് ഇന്നർ ആവുന്നുണ്ട്, ചിലത് ഔട്ടർ ആവുന്നുണ്ട്, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആവുന്നുണ്ട്. അതൊന്നും വാലൻസ് ബോണ്ട് തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. Then it fails to predict the exact geometry of the complex with the coordination number 4. കോർഡിനേഷൻ നമ്പർ 4 ആവുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് രീതി ടെട്രാഹെഡ്രലും വരാം, സ്ക്വയർ പ്ലാനാറും വരാം.
അത് എന്തുകൊണ്ടാണ്? സെയിം ജോമെട്രി, സെയിം കോർഡിനേഷൻ നമ്പറാണ്, അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷനും ഒക്കെ സിമിലർ ആണ് വരുന്നത്. പക്ഷേ ദെയർ ജോമെട്രി ആർ ഡിഫറെൻറ്റ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വാലൻസ് മോഡ് തിയറി അനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. So that is another drawback of the valence bond theory, and does not distinguish weak field and strong field ligand. Weak field ligand strong field ligand ഉണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് that it cannot distinguish between weak field and strong field ligand. It cannot predict, another drawback is it cannot predict exactly the tetrahedral and square planar structure of four coordinate. ഇത് മുമ്പ് പറഞ്ഞ സെയിം ഡ്രോബാക്ക് തന്നെയാണ്. ഫോർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സുകൾ അത് ടെട്രാഹൈഡ്രൽ ആണോ സ്ക്വയർ പ്ലാനർ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാലൻസ് മോഡ് തിയറി അനുസരിച്ച് പറ്റിയിട്ടില്ല. സോ ദീസ് ആർ ദ മേജർ ഡ്രോബാക്സ് ഓഫ് വാലൻസ് മോഡ് തിയറി. അപ്പോൾ സ്വാഭാവികമായിട്ടും വാലൻസ് മോഡ് തിയറിക്ക് ഇത്രയും ഡ്രോബാക്സ് ഉണ്ടാകുന്ന സമയത്ത് വി ആർ ഇൻ നീഡ് ഓഫ് എ ന്യൂ തിയറി, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇപ്പോൾ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ട മറ്റൊരു തിയറിയാണ് ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഓർ CFT എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കും. CFT, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും ഒരു തിയറും കെമിസ്ട്രിയിലായാലും സയൻസിലായാലും ഒരു തിയറും 100% ട്രൂ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വാലൻസ് മോഡ് തിയറി ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് വാലൻസ് മോഡ് തിയറി അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ ദീസ് ഡ്രോബാക്സ്. അതുകൊണ്ട് CFT അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആവശ്യകത വരികയും CFT വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. സോ CFT വരുന്ന സമയത്ത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ അനുസരിച്ച് there is no hybridization or no overlapping or no covalent bonding. വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു വാലൻസ് ബോണ്ട് തിയറിയുടെ ബേസിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്ന സമയത്ത് ദർ ഇസ് നോ ഹൈബ്രിഡൈസേഷൻ. ഈ ഹൈബ്രിഡൈസേഷൻ മുഖേന ഒന്നുമല്ല ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതെന്നാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ച് പറയുന്നത്. ദെൻ എങ്ങനെയാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻസ്. ഈ ലിഗാൻസും അതേപോലെ തന്നെ മെറ്റൽ അയോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നമുക്കറിയാം മെറ്റൽ പോസിറ്റീവ് അയോൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലിഗാൻഡ് മോസ്റ്റ്ലി അത് നെഗറ്റീവ് ചാർജ് ആനിയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും പോളാർ പോയിന്റ് ഡൈപോൾസ്, NH3 H2 ഒക്കെ പോലെയുള്ള പോളാർ ഡൈപോൾസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പം ഇവ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ടിങ്ങിന് കാരണമെന്നാണ് അക്കോർഡിംഗ് ടു CFT. അല്ലാണ്ട് വാലൻസ് ബോണ്ട് തിയറിയിലുള്ള പോലെ ദർ ഇസ് നോ ഹൈബ്രിഡൈസേഷൻ, നോ ഓവർലാപ്പിംഗ്, നോ കോവലന്റ് ബോണ്ടിങ്. അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ച് പറയുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ച് ദർ ഇസ് the interaction between the metal and ligands are purely electrostatic force of attraction, and that is the cause of the coordination bonding. Then ligands may be point charges. Point charge വരാം, പോയിന്റ് ചാർജസ് F മൈനസ് OH മൈനസ് Cl മൈനസ് പോലെയുള്ള ആനിയോൺസ് അല്ലെങ്കിൽ പോയിന്റ് ചാർജ് വരാം. ആൻഡ് പോയിന്റ് ഡൈപോൾസ് NH3 H2O പോലെയുള്ള ഡൈപോളുകളായിട്ടും വരാം. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പോളുകൾ ഉണ്ടായിരിക്കും. അപ്പം O മൈനസ്, that is delta minus, and this is delta plus. Whole as a whole this molecule is neutral. പക്ഷേ ഇതെന്താണ്? ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഓക്സിജൻ്റെ മുകളിൽ ഡെൽറ്റ മൈനസ് ചാർജ് ഉണ്ടായിരിക്കും, ഇവിടെ ഡെൽറ്റ പ്ലസ് ചാർജ് ഉണ്ടായിരിക്കും H സ്ഥാനത്ത്. അതേപോലെ സിമിലർലി ഇൻ കേസ് ഓഫ് NH3. സോ പോയിന്റ് ഡൈപോൾസ് ആയിട്ടോ പോയിന്റ് ചാർജോ ആയിട്ടാണ് ഇവിടെ ലിഗാൻസിനെ CFT കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് അയോൺ ഓർ അയോൺ ഡൈപോൾ ഇൻറ്ററാക്ഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ CFT അനുസരിച്ച് അയോൺ ഡൈപോളോ ഇൻറ്ററാക്ഷനോ അല്ലെങ്കിൽ അയോൺ ഡൈപോൾ ഇൻറ്ററാക്ഷനോ ഒക്കർ ചെയ്യുകയുള്ളൂ. അത് വെച്ച് നമുക്ക് ഈ ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ സെൻട്രൽ മെറ്റൽ ഹാസ് 5 ഡീജനറേറ്റ് ഓർബിറ്റൽ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഫർദർ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യമാണ് 5 ഡീജനറേറ്റ് d ഓർബിറ്റൽസ് ആർ ദെയർ ഫോർ സെൻട്രൽ മെറ്റൽ. ഒരു സെൻട്രൽ മെറ്റൽ, ഇപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് ആണ് സാധാരണ രീതിയിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തരുന്നത്. സോ ട്രാൻസിഷൻ മെറ്റലിൽ d ഓർബിറ്റൽ ഉണ്ട്. ആൻഡ് വി നോ ദാറ്റ് d ഓർബിറ്റൽ ഹാസ് 5 ലോബ്സ്. 5 type of d orbitals are there: dxy, dyz, dxz, dx square, y square, dz square. ഈ ഓരോന്നിൻ്റെയും ഷേപ്പ്
സി ഡി എക്സ് സെറ്റ്, എക്സ് ആക്സിസിൻ്റെയും സെറ്റ് ആക്സിസിൻ്റെയും ഇടയിലായിട്ട് കിടക്കുന്നതാണ് ഈ ഡി എക്സ് സെറ്റ് എന്നുള്ള ഓർബിറ്റൽ. ഡി വൈ സെറ്റ് എന്ന് പറയുന്നതോ വൈ ആക്സിസിൻ്റെയും സെറ്റ് ആക്സിസിൻ്റെയും ഇടയിലായിട്ട് കിടക്കുന്ന ഓർബിറ്റലാണ്, ഡി ഓർബിറ്റലാണ് ഡി വൈ സെറ്റ്. ഡി എക്സ് വൈ സി സിമിലർലി എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിലായിട്ട് കിടക്കുന്ന ഡി ഓർബിറ്റൽസ് ആണ് ഡി എക്സ് വൈ. ആൻഡ് ഡി സെറ്റ് സ്ക്വയർ ഈസ് ദ ഡി ഓർബിറ്റൽ വിച്ച് ലൈസ് ഓൺ ദ സെറ്റ് ആക്സിസ്, സെറ്റ് ആക്സിസിൽ കിടക്കുന്ന, അലോങ് ദ സെറ്റ് ആക്സിസ് കിടക്കുന്ന ഓർബിറ്റലാണ്, ഡി ഓർബിറ്റലാണ് ഡി സെറ്റ് സ്ക്വയർ. ആൻഡ് ദർ ഈസ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൾസോ വിച്ച് ലൈസ് ഓൺ അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൂടി കിടക്കുന്ന, അലോങ് ദ ആക്സിസ് കിടക്കുന്ന ഒരു ഡി ഓർബിറ്റലാണ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. സോ ബേസിക്കലി ഈ അഞ്ചെണ്ണത്തിൽ നമുക്ക് രണ്ട് രീതിയിലും കൂടി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡി ഓർബിറ്റൽസ് ദാറ്റ് ലൈസ് along the axis and between the axis. ഏതൊക്കെയാണ് അലോങ് ദ ആക്സിസ് കിടക്കുക? ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി സെറ്റ് സ്ക്വയറും എന്നുള്ള ഈ രണ്ട് ഡി ഓർബിറ്റൽസ് ദാറ്റ് ലൈസ് അലോങ് ദ ആക്സിസ്, ആക്സിസിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഓർബിറ്റൽസ് കിടക്കുന്നത്. സോ ഈ ഓർബിറ്റൽസിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസും അലോങ് ദ ആക്സിസ് തന്നെയായിരിക്കും കിടക്കുക. ദിസ് ഇൻഫർമേഷൻ വി നീഡ് ഫോർ ദ ഫർദർ പ്രൊസീഡിങ് ഓഫ് ദ CFT ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ബേസിക് കാര്യങ്ങൾ 5 ടൈപ്പ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആർ ദർ. ഈ ഡീജനറേറ്റ് ഓർബിറ്റൽ തന്നെ അലോങ് ദ ആക്സിസ് കിടക്കുന്ന ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി സെറ്റ് സ്ക്വയറും ഉണ്ട്. ആൻഡ് ബിറ്റ്വീൻ ദ ആക്സിസ് കിടക്കുന്ന ഡി എക്സ് വൈ, ഡി വൈ സെറ്റ് ആൻഡ് ഡി എക്സ് സെറ്റ് ഓർബിറ്റൽസും ആർ ദർ. Then we can go for the crystal field splitting of the octahedral complex. CFT അനുസരിച്ച് നമ്മളിങ്ങനെയാണ് ഒരു octahedral complex ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു tetrahedral complex ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ്. സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. അപ്പം നമ്മൾ പറഞ്ഞു ദർ ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്, 5 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഓൺ ദ സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ 5 ഡീജനറേറ്റ് ആയിട്ടുള്ള സെയിം എനർജി ലെവലുള്ള 5 ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ദെൻ ദിസ് തിങ് ഇസ് സ്ലൈറ്റ്ലി ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡി ഓർബിറ്റൽസിൻ്റെ എനർജി സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദിസ് സ്റ്റേറ്റ് 2. ആവറേജ് എനർജി ഓഫ് ഡി ഓർബിറ്റൽസിൻ്റെ സ്പെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡ്, ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ, ലിഗാൻഡിൻ്റെ ഫീൽഡിൽ സ്ലൈറ്റ്ലി ഈ 5 ഡീജനറേറ്റ് ഓർബിറ്റൽസിൻ്റെയും എനർജി ഒന്ന് ഇൻക്രീസ് ചെയ്യും. ദെൻ ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു 2 ടൈപ്സ്, ദാറ്റ് ഈസ് T2g ഓർബിറ്റൽസ് ആൻഡ് EG ഓർബിറ്റൽസ്. എന്നാൽ T2g ഓർബിറ്റൽസ് എന്താ? ബിറ്റ്വീൻ ദ ആക്സിസ്, ആക്സിസിൻ്റെ ഇടയിൽ കിടക്കുന്ന ലോബ്സ് ഉള്ള ഡി ഓർബിറ്റൽസിനാണ് T2g ഓർബിറ്റൽസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ EG ഓർബിറ്റൽസ് പറഞ്ഞാൽ എന്താ? അലോങ് ദ ആക്സിസ് ആയിട്ട് കിടക്കുന്ന ഡി ഓർബിറ്റൽസിനാണ് EG ഓർബിറ്റലായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഒക്ടാഹെഡ്രലിൽ എങ്ങനെയാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? മെറ്റൽ, ദിസ് ഈസ് ദ മെറ്റൽ. ഈ പിക്ചറിലേക്ക് നോക്കാം. സോ ഈ സെൻട്രൽ മെറ്റലിലേക്ക് ലിഗാൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇറ്റ്സ് അലോങ് ദ ആക്സിസ്. സി, എക്സ് ആക്സിസും വൈ ആക്സിസിലും സെറ്റ് ആക്സിസിലും കൂടിയാണ് ഈ ലിഗാൻസ് മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. മെറ്റൽസിൻ്റെ ഈ 5 ഡി ഓർബിറ്റലുമായിട്ട് ഇലക്ട്രോൺസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഈ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് ഈ അലോങ് ദ ആക്സിസുമാണ്. അപ്പം അലോങ് ദ ആക്സിസിൽ കിടക്കുന്ന, അതായത് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിലും ഡി സെറ്റ് സ്ക്വയറിലും കിടക്കുന്ന ഇലക്ട്രോൺസിന് ദർ വിൽ ബി മോർ റിപ്പൾഷൻ. മോർ റിപ്പൾഷൻ മീൻസ് മോർ എനർജി. സോ അതുകൊണ്ട് ഇവിടെ EG അല്ലെങ്കിൽ അലോങ് ദ ആക്സിസ് കിടക്കുന്ന ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി സെറ്റ് സ്ക്വയറും സെറ്റിൻ്റെ എനർജി വിൽ ബി ഹയർ. സിമിലർലി ഒന്നിൻ്റെ എനർജി ഹയർ ആവുന്ന സമയത്ത് ദർ വിൽ ബി ലോവർ എനർജി ഫോർ ദ സെറ്റ് T2g, DXY, DYZ, DXZ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദ ആക്സിസ്. കാരണം എന്തുകൊണ്ടാണ് അവരുടെ എനർജി കുറയുന്നത്? കാരണം ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിഗാൻസ് അലോങ് ദ ആക്സിസ് അല്ല അലോങ് ദ ആക്സിസ് ആണ് വരുന്നത്. അപ്പം ബിറ്റ്വീൻ ദ ആക്സിസ് കിടക്കുന്ന DXY, DYZ, DXZ ഓർബിറ്റൽസിനും അവിടെയുള്ള ഇലക്ട്രോൺസിനും ലെസ്സർ റിപ്പൾഷനെ അനുഭവപ്പെടുകയുള്ളൂ. ലെസ്സർ റിപ്പൾഷൻ മീൻസ് ലെസ്സർ എനർജി. സോ ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ദെൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് നോക്കുന്ന സമയത്തോ നേരെ ഓപ്പോസിറ്റ് ആവും. ഈ പറഞ്ഞ കാര്യം നേരെ ഓപ്പോസിറ്റ് ആവുന്ന ഈ EG, ഹിയർ ഈ G എന്നുള്ള ഡീജനറേറ്റ് എന്നതിനാണ് G എന്ന് ഉപയോഗിക്കുന്നത്. സോ ഹിയർ വി ഡു നോട്ട് യൂസ് G. ടെട്രാഹെഡ്രൽ സമയത്ത് G നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ സെറ്റ്, അതായത് DX സ്ക്വയർ വൈ സ്ക്വയർ ഡി സെറ്റ് സ്ക്വയർ അലോങ് ദ ആക്സിസ് കിടക്കുന്ന ഈ സെറ്റ് എവിടെ വരും?
ലോവർ എനർജി സ്റ്റേറ്റിൽ വരും. ഹയർ എനർജി സ്റ്റേറ്റിൽ dxy dy z dxz, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ആക്സിസ് കിടക്കുന്ന ഈ 3 d orbitals will be of higher energy here, because എന്താണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് നോക്കുന്ന സമയത്ത് ലിഗാൻഡ്സ് വരുന്നത് എങ്ങനെയാണ്, ബിറ്റ്വീൻ ദ ആക്സസിലൂടെ വരുന്നത്. അപ്പോൾ ബിറ്റ്വീൻ ദ ആക്സസിലൂടെ ലിഗാൻഡ് വരുന്ന ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ ബിറ്റ്വീൻ ദ ആക്സസ് കിടക്കുന്ന മെറ്റലിൻ്റെ ഓർബിറ്റൽ അതേതാണ്, മെറ്റലിൻ്റെ ബിറ്റ്വീൻ ദ ആക്സസ് കിടക്കുന്ന ഡി ഓർബിറ്റൽസ് ആണ് dxy dy z ആൻഡ് dxz. സ്വാഭാവികമായിട്ടും ലിഗാൻഡ്സ് ബിറ്റ്വീൻ ദ ആക്സസ് വരുന്ന സമയത്ത് ബിറ്റ്വീൻ ദ ആക്സസ് കിടക്കുന്ന ഈ ഡി ഓർബിറ്റൽസിൻ്റെ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് വിൽ ഹാവ് ദ ഹയർ എനർജി ഹിയർ. സിമിലർലി അലോങ് ദ ആക്സസ് കിടക്കുന്ന dx² y² dz² റിലേറ്റീവ്ലി ലോവർ എനർജിയുമായിരിക്കും ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ ഒക്ടാഹെഡ്രൽ ആൻഡ് ദ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ദെൻ നോക്കുന്ന സമയത്ത് ഈ രണ്ട് സെറ്റും EG ആൻഡ് T2G തമ്മിലുള്ള രണ്ട് സെറ്റും തമ്മിലുള്ള ടോട്ടൽ എനർജി ഡിഫറൻസിനെ നമ്മൾ 10dq അല്ലെങ്കിൽ 10 ഡെൽറ്റ 0 അല്ലെങ്കിൽ 10dq ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. സോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നോക്കുന്ന സമയത്ത് ഈ ദിസ് ഈസ് ഒരു എന്താ പറയുക, ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. സ്റ്റേറ്റ് 2ൻ്റെ എനർജിയാണ് ദിസ് ഈസ്. അപ്പം സ്റ്റേറ്റ് 2ൻ്റെ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് +0.6 ഡെൽറ്റ ഒ. EGയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0.6 ഡെൽറ്റ ഒ അല്ലെങ്കിൽ 10dq 0.6dq ഈസ് ഹയർ ആണ്. അല്ലെങ്കിൽ 0.4dq ഡെൽറ്റ ഒ ലോവർ ആണ് എന്ത് T2G ഓർബിറ്റൽസിൻ്റെ എനർജി പറയുന്നത്. ഇനി 0.6 0.4 ഒക്കെ ഇത് ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ നോക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആണ്, 2/5 3/5, ദാറ്റ് ഈസ് 0.6 ആൻഡ് 0.4 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ 0.6 0.4 ഓർത്ത് വെക്കണമെങ്കിൽ ഹിയർ EG ഓർബിറ്റൽ നോക്കുന്ന സമയത്ത് ദർ ആർ ഓൺലി 2 സെറ്റ്സ് ഓഫ് ഓർബിറ്റൽസ്, dx² y² dz² എന്നതിൽ 2 പെട്ടിക്കോളം മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 പെട്ടിക്കോളം ആവുന്ന സമയത്ത് 2ൻ്റെ ഇരട്ടിയായിട്ടുള്ള 0.4 അല്ലെങ്കിൽ 4 അവിടെ വരില്ല, അല്ലെങ്കിൽ അത് താഴത്തോട്ട് വരും. 3 പെട്ടിക്കോളം വരുന്ന സമയത്ത് അല്ലെങ്കിൽ T2G ഓർബിറ്റൽ വരുന്ന സമയത്ത് അവിടെ 3ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 6 അവിടെ വരില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് വരും, ഓപ്പോസിറ്റ് വരും. അപ്പോൾ ആ രീതിയിലോ അങ്ങനെ ജസ്റ്റ് ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ EG ഓർബിറ്റൽ സമയത്ത് +0.6 ഡെൽറ്റ ഒ ആണ് അതിൻ്റെ എനർജി, ഹയർ എനർജി. ദെൻ ഇറ്റ് ഈസ് -0.4 ഡെൽറ്റ ഒ. ഡെൽറ്റ ഒ മീൻസ് നത്തിങ് ബട്ട് ദ ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി, ഡെൽറ്റ ഒ. ഇവിടെ അത് ഡെൽറ്റ ടി എന്ന് വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദിസ് ഇസ് ഡെൽറ്റ ടി, ടെട്രാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് ദ കോമ്പൗണ്ട്. Then there is factors affecting splitting. ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് affecting the splitting? There are several factors that affects the splitting of the crystal field of the particular compound. First one is nature of ligand. നമ്മൾ VBT പറയുന്ന സമയത്ത് തന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്, വീക്ക് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വീക്ക് ഫീൽഡ് ലിഗാൻഡും. ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്നുള്ള ഈ പെർട്ടിക്കുലർ സീരീസ്, ദിസ് തിങ് യു ഷുഡ് ഹാവ് ബൈ ഹാർട്ടഡ്. ഈ സാധനം, ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ് നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോ ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ടാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സും വീക്ക് ഫീൽഡ് ലിഗാൻഡും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആവുന്ന സമയത്ത് ദർ വിൽ ബി ഹൈ സ്പ്ലിറ്റിംഗ്, ആൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആവുന്ന സമയത്ത് ദർ വിൽ ബി ലോവർ സ്പ്ലിറ്റിംഗ് ഓൺലി. ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഈ ലോവർ എൻഡിൽ കിടക്കുന്ന CO CN CH3 PR3 NO2- ഫിനാന്ത്രിലിൻ അല്ലെങ്കിൽ ബൈപിരിഡിൽ EN തുടങ്ങിയ ലിഗാൻഡ്സ് എല്ലാം ദീസ് ആർ ദ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ആൻഡ് ഇറ്റ് കോസസ് ഹൈ സ്പ്ലിറ്റിംഗ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും? ക്രിസ്റ്റൽ ഫീൽഡ് എനർജി, അവ തമ്മിലുള്ള എനർജി ഡിഫറൻസും ഹയർ ആയിരിക്കും, കാരണം ഹൈ ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. വീക്ക് ഫീൽഡ് ലിഗാൻഡ്, ഈ താഴത്ത് കിടക്കുന്ന I- Br- SCm NCl H2O വരെ വരുന്ന സാധനങ്ങളെല്ലാം ദീസ് ആർ ദ വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ് വളരെ ലോവർ ആയിട്ട് സ്പ്ലിറ്റിംഗ് കോസ് ചെയ്യുന്നുള്ളൂ.
സ്വാഭാവികമായിട്ടും ഈ രണ്ട് സെറ്റ്സ് ഓഫ് ഡി ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വെരി സ്മോളർ. For that's the first factor which affects the splitting nature of ligands. Then there is nature of metal ion. Nature of metal ion എങ്ങനെയാണ് സ്പ്ലിറ്റിങ്ങിനെ സ്വാധീനിക്കുന്നത്? Mn2+H2O എന്ന് ആവുന്ന സമയത്ത് ഇറ്റ് കോസസ് ലെസർ സ്പ്ലിറ്റിംഗ് ദാൻ Mn2+Cn-. അതെന്തുകൊണ്ടാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ഓഫ് ദ മെറ്റൽ അയോൺ. Mn3+. Okay. Then directly proportional to the charge of the metal ion. Nature of the metal ion ആയിട്ട് എങ്ങനെയാണ് it the fact splitting എങ്ങനെയാണ് it depends on the nature of metal ion. Directly proportional to the charge of the metal ion. Metal ionന്റെ ചാർജ് കൂടുന്ന സമയത്ത് സ്പ്ലിറ്റിംഗ് കൂടും. Then 3D 4D 5D series. ഇപ്പം ഡി ബ്ലോക്കിൽ നോക്കുന്ന സമയത്ത് 3D series are there, 4D and 5D series. 3D സീരീസിനും കാട്ടിയും കൂടുതൽ സ്പ്ലിറ്റിംഗ് കോസസ് ബൈ ദ 4D metals and higher splitting caused by the 5D orbitals, 5D metals. Then it is inversely proportional to the number of electrons in the d orbitals. d orbitals ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ there will be smaller splitting, and വളരെ കുറഞ്ഞ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ there will be higher splitting. This inversely proportional to the number of electrons on d orbitals. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നാച്ചർ ഓഫ് മെറ്റൽ അയോണുമായിട്ട് സ്പ്ലിറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ആൻഡ് ദർ ഇസ് നാച്ചർ ഓഫ് ലിഗാൻഡ്സ് ആൾസോ. ദെൻ സി എഫ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദിസ് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, അല്ലെങ്കിൽ CFSE എന്ന് പറയും. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഈസ് ദ എനർജി റിലീസ്ഡ് ഡ്യൂ ടു ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലിഗാൻഡ്സ്. ലിഗാൻഡ്സ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി, അക്കോർഡിംഗ് ടു CFT, ദർ വിൽ ബി സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഈ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സെറ്റായിട്ട് T2G ആൻഡ് EG ഓർബിറ്റലായിട്ട് രണ്ട് സെറ്റായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യും. ടെട്രാഹെഡ്രലായാലും ഒക്ടാഹെഡ്രലായാലും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് സം കൈൻഡ് ഓഫ് എനർജി, സം എമൗണ്ട് ഓഫ് എനർജി വിൽ ബി റിലീസ്ഡ്. ആ എമൗണ്ട് ഓഫ് എനർജിയെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. നമുക്കറിയാം എത്രത്തോളം എനർജി കുറയുന്നുവോ അത്രത്തോളം ആ കോമ്പൗണ്ട് സ്റ്റേബിൾ ആവും. അതുപോലെ തന്നെ എനർജി കുറയാൻ മീൻസ് എത്രത്തോളം എനർജി അതിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം ആ കോമ്പൗണ്ട് സ്റ്റേബിൾ ആവും. സോ CFSE കൂടുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ വിൽ ബി ഹയർ. എങ്ങനെയാണ് ഈ CFSE ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ ദിസ് ഈസ് ഫോർമുല ഫോർ ദ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്, ഡെൽറ്റ ഒ അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് ഉള്ള CFSE കാൽക്കുലേഷനുള്ള ഫോർമുലയാണ്. ദിസ് ഈസ് -0.4 P + 0.6 Q MP. ഒക്ടാഹെഡ്രൽ വരുന്ന സമയത്ത് വി നോ ദാറ്റ് ഈ ഡി ഓർബിറ്റൽസ് ആർ ഓക്കെ പ്ലീസ് ഫോർഗീവ് മൈ ബാഡ് ഡ്രോയിങ്സ്. ഓക്കെ, സോ രണ്ട് സെറ്റായിട്ടാണ് ഒക്ടാഹെഡ്രലിൽ ഇങ്ങനെ താഴത്ത് 3 T2G ഓർബിറ്റൽസും മുകളിൽ 2 EG ഓർബിറ്റൽസുമായിട്ട്, അല്ലെങ്കിൽ ഹയർ എനർജി ലെവലിൽ EG ഓർബിറ്റൽസും ലോവർ എനർജി ലെവലിൽ T2G ഓർബിറ്റൽസുമായിട്ടാണ് ഒക്ടാഹെഡ്രൽ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും മുകളിലോട്ട് ഇറ്റ് ഈസ് 0.6 DQ അല്ലെങ്കിൽ ഡെൽറ്റ ഒ, താഴത്തോട്ട് ഇറ്റ് ഈസ് -0.4 ഡെൽറ്റ ഒ അല്ലെങ്കിൽ DQ. ബോത്ത് ക്യാൻ ബി, വി ക്യാൻ യൂസ് ബോത്ത് ഓഫ് ദം. ഓക്കെ, സോ CFSE in octahedral complex we can calculate by -0.4 pi. P എന്താ? ഇലക്ട്രോൺസ് ഇൻ T2G. T2Gയിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനാണ് P എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺസ് ആണ് T2G ഓർബിറ്റൽ ഉള്ളത് നോക്കാം. ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ -0.4. കാരണം എന്താ? ഈ ഇക്വിലിബ്രിയത്തിൽ നിന്നും 0.4 എനർജി ഗ്യാപ്പാണ് ഈ T2G സെറ്റിനുള്ളത് എന്നതുകൊണ്ട് number of electrons in T2G orbitals is multiplied by -0.4. and similarly ഈ equilibrium പൊസിഷനിൽ നിന്നും 0.6 DQ അല്ലെങ്കിൽ 0.6 ഡെൽറ്റ ഒ ആണ് EG സെറ്റുമായിട്ടുള്ള ഡിഫറൻസ് എന്നതുകൊണ്ട് 0.6 into Q is the number of electrons in EG. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG സെറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെ 0.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് MP എന്ന് വെച്ചാൽ പെയറിംഗ് എനർജി.
നമ്മൾ പറഞ്ഞു ഹൈ ഫീൽഡൊക്കെ വരുന്ന സമയത്ത് ദെയർ വിൽ ബി ഇലക്ട്രോൺസ് പെയറിങ് അപ്പ്. ഈ പെയറിങ് നടക്കാൻ വേണ്ടി എത്രത്തോളം എനർജി വേണം എന്നുള്ളതാണ് പെയറിങ് എനർജിയിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പെയറിങ് എനർജി വിൽ ബി ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യനിൽ പെയറിങ് എനർജി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു ഷുഡ് യൂസ് ദാറ്റ് പെയറിങ് എനർജി ഗിവൺ. ആൻഡ് എം ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെയർഡ്. ഈ ഹൈ ഫീൽഡ് അല്ലെങ്കിൽ ഹൈ ഫീൽഡ് ലിഗാൻഡ് ഒക്കെ വരുന്ന സമയത്ത് എത്രത്തോളം ഇലക്ട്രോൺസ് അവിടെ പെയറപ്പ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടാണ് എം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് പെയറിങ് എനർജി വിൽ ബി ഗിവൺ. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഫാക്ടർ യു ക്യാൻ ഒമിറ്റ്, യു ക്യാൻ ഗോ ഫോർ ദിസ് ഓൺലി. -0.4 പി പ്ലസ് 0.6 ക്യൂ. ഇത് ഒക്ടാഹെഡ്രൽ ഉള്ള ഫോർമുലയാണ്. ടെട്രാഹെഡ്രലാകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി റിവേഴ്സ്ഡ്. സി -0.6 പി പ്ലസ് 0.4 ക്യൂ. ഇതെല്ലാം നിങ്ങൾ ആ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ് ഒന്ന് തറവായിട്ട് പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഈ CFSEയിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്നും ഒക്കെ സിമ്പിളായിട്ട് കാണാൻ കഴിയും. ഈ ചെറിയ ഡിഫറൻസ് മാത്രം CFSE കാൽക്കുലേഷനിൽ ടെട്രാഹെഡ്രലായാലും ഒക്ടാഹെഡ്രലായാലും വരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടെ സിമിലർ ആയിട്ടാണ് വരുന്നത്. ദെൻ വീക്ക് ഫീൽഡ് വരുന്ന സമയത്ത് ഹൈ സ്പിൻ വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നിന്നുണ്ടായിരിക്കില്ല, പെയറിങ് അപ്പ് നടക്കുകയില്ല. എന്താണ് വീക്ക് ഫീൽഡ്, സ്ട്രോങ് ഫീൽഡ്, ഹൈ ഫീൽഡ് ലിഗാൻസ് എന്ന് പറയുന്നത്? ഇപ്പം സപ്പോസ് ദിസ് ഈസ് മൈ ഡി ഓർബിറ്റൽ. ഈ ഡി ഓർബിറ്റലിൽ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഹൈ ഫീൽഡ് ലിഗാൻഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതൊക്കെ സിംഗിൾ ഓക്യുപ്പൈഡ് ആണല്ലേ. ഈ സിംഗിൾ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഹൈ ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ കോസ് പെയറിങ്. സോ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? പെയർഡ് ആയിട്ട് മാറും. മീൻസ് ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു ആൻഡ് അതും പെയർഡ് ആയിട്ട് മാറിയിട്ട് ഹൈ ഫീൽഡ് ലിഗാൻഡ് ആവുന്ന സമയത്ത് പെയറിങ് ഒക്കുന്ന സമയത്ത് ടോട്ടൽ സ്പിൻ എന്ത് ചെയ്തു? കുറഞ്ഞു. സോ ഹൈ ഫീൽഡ് ആവുന്ന സമയത്ത് സ്പിന്ന് ലോ ആയിരിക്കും. ലോ സ്പിൻ കോംപ്ലക്സസ് വിൽ ബി ഫോംഡ്. ഹൈ ഫീൽഡ് ആവുന്ന സമയത്ത് പെയറിങ് കോസ് ചെയ്യുന്ന സമയത്ത് സ്പിന്ന് കുറയും. ദാറ്റ് വിൽ ബി ലോ സ്പിൻ. കാരണം എന്താ? നേരത്തെ എല്ലാം വെവ്വേറെ സ്പിന്നിലായിരുന്നു. ഇത് പ്ലസ് ഹാഫ് ആണെങ്കിൽ ഇതും പ്ലസ് ഹാഫ് ആയിരുന്നു, ഇതും പ്ലസ് ഹാഫ് ആയിരുന്നു. ടോട്ടൽ എത്ര വരും? 3 × +1/2 ദാറ്റ് ഈസ് 3/2 എന്നുള്ളതാണ് ടോട്ടൽ സ്പിന്ന് വരുന്ന സമയത്ത്. ഹൈ ഫീൽഡ് ആണ് ഇവിടെ വരുന്നെങ്കിൽ, ഹൈ ഫീൽഡ് ലിഗാൻഡ് വരുന്ന സമയത്ത് ഇവിടെ 2 ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യും, ഒരു ഇലക്ട്രോൺ മാത്രം വെറുതെ എടുക്കും. ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് സ്പിൻസ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവാണ്. പ്ലസ് ഹാഫും മൈനസ് ഹാഫും ക്യാൻസൽ ചെയ്ത് പോയി. ദർ ഇസ് ഓൺലി വൺ സ്പിൻ. പ്ലസ് ഹാഫ് എന്നുള്ളൊരു സ്പിന്ന് മാത്രമായിട്ട് മാറും. അപ്പോൾ ഹൈ ഫീൽഡ് വരുന്ന സമയത്ത് അവിടെ പെയറിങ് ഒക്കേഴ്സ്, ഇലക്ട്രോൺസ് തമ്മിൽ പെയറിങ് നടക്കുകയും ആ പെയറിങ് കാരണം സ്പിന്ന് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ലോ സ്പിൻ കോംപ്ലക്സസ് ആർ ഫോംഡ് ബൈ ദ ഹൈ ഫീൽഡ് ലിഗാൻഡ്സ്. കാരണം അവിടെ നിന്ന് പെയറിങ് നടക്കുന്നു. സിമിലർലി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഹൈ സ്പിന്ന്. കാരണം എന്താ? നോ പെയറിങ് ഒന്നും നടക്കുന്നില്ല. എങ്ങനെയാണോ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അവിടെ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പം ആദ്യം 3 + 3/2 ആയിരുന്നു അതിൻ്റെ സ്പിന്നെങ്കിൽ ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്ത ശേഷവും ദർ വിൽ ബി +3/2 സ്പിൻ. സോ ഹൈ സ്പിൻ ആയിട്ടാണ് അത് എക്സിറ്റ് ചെയ്യുക. ബിക്കോസ് ദർ ഇസ് നോ പെയറിങ് വീക്ക് ഫീൽഡ് വരുന്ന സമയത്ത്. സോ ഹൈ സ്പിൻ കോംപ്ലക്സ്, ലോ സ്പിൻ കോംപ്ലക്സ് അത് എപ്പോഴാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഒക്കെയാണ് CFSEകൾ ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. സോ ജസ്റ്റ് ആ ബേസിക്സ് മനസ്സിലാക്കിയിട്ട് മാത്രം അത് പഠിക്കാം. So these are the things we have to remember on the CFSE. CFSE calculation is very important. I will give some works on that. CFSE കാൽക്കുലേഷനുള്ള ഒരു 2-3 എക്സാമ്പിൾ വർക്കായിട്ട് തരും. ആൻഡ് ഇഫ് ദർ ഇസ് എനി ഡൗട്ട് ഇൻ കാൽക്കുലേറ്റിംഗ് CFSE you can freely contact. Inshallah we can conduct another session for detailed application level for calculation such things. So and then there is applications of CFSE. Crystal field splitting energy, there are some kind of important applications. That's first one is very important application is spinels. എന്താണ് സ്പൈനൽസ്? മിക്സഡ് ഓക്സൈഡ്സ് ഓഫ് ദ കോമ്പോസിഷൻ AB2O4. 2 ടൈപ്പ് ഓഫ് കാറ്റയോൺസ് ഉണ്ട് ഇവിടെ. എന്താണ്?
എ എന്നുള്ളൊരു കാറ്റോണും ഉണ്ട്, ബി എന്നുള്ളൊരു കാറ്റോണും ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് കാറ്റോണുള്ള ദെൻ ദർ ഈസ് ഓക്സിജൻ O2 മൈനസ്. അങ്ങനെ ടോട്ടൽ ഇപ്പം രണ്ട് ടൈപ്പ് ഓഫ് കാറ്റോൺസ് ഉള്ള ഓക്സൈഡ്സിനെയാണ് എന്ത് പറയുന്നത്, സ്പൈനൽസ് എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും എന്താണ്, കാറ്റോൺസ് ആണ്. എ ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ബി ഈസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽസിന് എക്സാമ്പിൾ ഏതൊക്കെ, Mg2+, Fe2+, Cr2+, തുടങ്ങിയ ഏതൊരു മെറ്റലും ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാറ്റ് ക്യാൻ ബി കംസ് ഇൻ ദ പ്ലേസ് ഓഫ് എ in a spinal. ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള Al3+, Cr3+, CO3+, Fe3+ പോലുള്ള ആറ്റംസ് ദാറ്റ് ക്യാൻ ബി കം ഇൻ ദ പ്ലേസ് ഓഫ് ബി ഇൻ എ സ്പൈനൽ. And B may occurs at octahedral or tetrahedral sites and O2- at wards. അപ്പോൾ സ്പൈനൽസിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മേ ബി ഇറ്റ് വിൽ ബി എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ യു ക്യാൻ ഓൾ അറ്റൻഡ്. സ്പൈനൽസിൽ ഈ AB2O4 എന്നുള്ള ഫോമിലുള്ള ഒരു സ്പൈനലിൽ എ എന്നുള്ളത് എവിടെയാണ് ഉണ്ടാവുക, എ വിൽ ബി ഒക്കേർഡ് ഇൻ ഒക്ടാഹെഡ്രൽ sites and B will be occupied by tetrahedral sites and the oxygen അല്ലെങ്കിൽ O2- will be occupies all the voids. ഇപ്പോൾ സ്പൈനൽ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് എ എന്നുള്ള cation that will be occupies the octahedral sites and B will be occupied by tetrahedral sites and the voids will be filled by the O2- ions. ഇത് AB2O4 അല്ലെങ്കിൽ അവിടെ AB2O4 ആവുന്ന സമയത്ത് എ ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ബി ഈസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് AB2O4 എന്ന കോമ്പൗണ്ട് തരികയും ബി ആണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും എ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവുന്ന സമയത്ത് സിമിലർ ചേഞ്ച് ഇവിടെയും സംഭവിക്കും. ബി വിൽ ബി ഇൻ ഒക്ടഹെഡ്രൽ സ്റ്റേറ്റും എ വിൽ ബി ഇൻ ടെട്രാഹെഡ്രൽ സ്റ്റേറ്റും ഉണ്ടായിരിക്കും. അപ്പം AB2O4 ഈ തന്നിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ തറവിട്ട് പഠിച്ചാൽ വി ക്യാൻ ഈസിലി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മാറി ചോദിച്ചാലും വി ക്യാൻ ഈസിലി ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഈസിലി വി ക്യാൻ ആൻസർ. സ്പൈനൽസിനുള്ള 2-3 എക്സാമ്പിളാണ് Mg Al2O4. ഇവിടെ എന്താണ്, Mg2+ ആണ്, 2 Al3+ ആണ്, Al3+. അപ്പം ഇവിടെ എയുടെ സ്ഥാനത്ത് ഏതാണ്, Mg ആണ്. അതായത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ വരുന്നത്, Mgക്കാണ് വരുന്നത്. ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതിനാണ് വരുന്നത്, Aലാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഏതാണ്, എയിലാണ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടാഹെഡ്രൽ സൈറ്റിൽ എ അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള Mg2+ ആയിരിക്കും ഇവിടെ ഒക്ടാഹെഡ്രൽ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുക. അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ സൈറ്റിൽ ഏതായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള അലൂമിനിയം ആയിരിക്കും occupied by the tetrahedral sites and oxygen will be occupied in the voids. Tetrahedral voids will be there and octahedral voids will be there. ടെട്രാഹെഡ്രൽ വോയിഡ്സിലും ഒക്ടാഹെഡ്രൽ വോയിഡ്സിലും എന്തുണ്ടായിരിക്കും, ഓക്സിജൻ വിൽ ബി occupied. Similarly, these are another examples of spinals. And spinals രണ്ട് തരത്തിലുണ്ട്. സ്പൈനൽസ് നോർമൽ സ്പൈനൽ ഉണ്ട്, ഇൻവേഴ്സ് സ്പൈനൽ ഉണ്ട്. എന്താണ് നോർമൽ സ്പൈനൽ? നോർമൽ സ്പൈനൽ occupy 1/8 of the tetrahedraloids. എ കാറ്റോൺ ഉണ്ടല്ലോ, എ കാറ്റോൺ മീൻസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എ കാറ്റോൺ ടെട്രാഹെഡ്രൽ ഹോൾസിലാണ്, ടെട്രാഹെഡ്രൽ സൈറ്റ്സിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി normal spinal structure. And if the +2 oxidation state ഉള്ള a cation അത് octahedral സൈറ്റിലാണ് occupy ചെയ്യുന്നതെങ്കിൽ it will be inverse spinal. ഇത് എ കാറ്റോണും ബി കാറ്റോണും രണ്ടും നിങ്ങൾ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മാത്രം നമ്മൾ തറവായിട്ട് പഠിക്കുക. ഒക്യുപ്പൈ എ കാറ്റോൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എ കാറ്റോൺ സാധാരണ നോർമൽ സ്പൈനൽ ആവുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഒക്കർ ഇൻ ദ ടെട്രാഹെഡ്രൽ ഹോൾസ്. ഇനി അങ്ങനെയല്ല, അത് ഒക്ടാഹെഡ്രൽ ഹോൾസിലാണ് വരുന്നതെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എ കാറ്റോൺ ഒക്ടാഹെഡ്രൽ സൈറ്റിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻവേഴ്സ് സ്പൈനൽ. And the reverse will be therefore B cation also. Then cation with higher CFSC will occupy octahedral sites. This is also very important point. Octahedral site ആരാ നിൽക്കുക, cation with higher CFSC. അപ്പോൾ ഹയർ CFSC ഇവിടെ ശരിക്കും ആർക്കാ ഉണ്ടാവുക,
B3+ അല്ലെങ്കിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള കാറ്റയോൺ ആണ് സാധാരണ രീതിയിൽ CFSE ഹയർ ആയിട്ടുണ്ടായിരിക്കുക. സ്വാഭാവികമായിട്ടും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള B കാറ്റയോൺ ആയിരിക്കും സാധാരണ രീതിയിൽ ഒക്ടാഹെഡ്രൽ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുക. ആൻഡ് ഇഫ് ദ CFSE ഓഫ് ദ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ചില കേസിൽ നമുക്ക് എന്തുണ്ടാവാം, ഈ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എ കാറ്റയോണിൻ്റെ CFSE വിൽ ബി ഹയർ. അങ്ങനെയാണ് സമയത്ത് എന്തുണ്ടായിരിക്കും, ഈ എ കാറ്റയോൺ ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഈ ഒക്ടാഹെഡ്രൽ സൈറ്റിൽ ഉണ്ടാവുക. അങ്ങനെ എ കാറ്റയോൺ ഒക്ടാഹെഡ്രൽ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ബി ഇൻവേഴ്സ് സ്പൈനൽ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പൈനൽ നിങ്ങൾക്ക് തരുന്ന സമയത്ത് അത് See this example Fe3O4. Fe3O4 നോക്കുന്ന സമയത്ത് ഇത് ഇൻവേഴ്സ് സ്പൈനൽ ആണോ അല്ലെങ്കിൽ നോർമൽ സ്പൈനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ദിസ് ഈസ് Fe3O4. Fe2+ എന്നുള്ള ഒരു കാറ്റയോണും ഉണ്ട്, Fe3+ എന്നുള്ള കാറ്റയോണും ഉണ്ട്. സോ Fe2+ നമ്മൾ പഠിച്ച എക്സാമ്പിൾ അനുസരിച്ച്, മോഡൽ അനുസരിച്ച് Fe2+ ഈസ് എ ടൈപ്പ് കാറ്റയോൺ, Fe3+ ഈസ് ബി ടൈപ്പ് കാറ്റയോൺ. മീൻസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി നോക്കുന്ന സമയത്ത് Fe2+നാണ് ഇവിടെ ഹയർ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത്. സോ ഹയർ സ്പ്ലിറ്റിംഗ് ഉള്ളത് എന്തുണ്ടായിരിക്കും, ഒക്ടാഹെഡ്രൽ ഫീൽഡിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. ആൻഡ് ടെട്രാഹെഡ്രൽ സൈറ്റിൽ എന്തുണ്ടായിരിക്കും, Fe3+ ഉണ്ടായിരിക്കും. അപ്പം ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള സാധനം ഒക്ടാഹെഡ്രൽ സൈറ്റിൽ വരുന്ന സമയത്ത് ദാറ്റ് വിൽ ബി ഇൻവേഴ്സ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള സാധനമാണ് സാധാരണ രീതിയിൽ നോർമൽ സ്പൈനൽ ആവുന്ന സമയത്ത് ഒക്ടാഹെഡ്രൽ സൈറ്റിൽ വരുന്നത്. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻവേഴ്സ് സ്പൈനൽ. സിമിലർലി CO3O4ൻ്റെ കേസ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് ദർ ഈസ് സം ഡൗട്ട്, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് CFSE കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ arrange some another sessions for CFSE calculation and similar calculation parts. ആൻഡ് ഇഫ് നോൺ ട്രാൻസിഷൻ മെറ്റൽസ് സാധാരണ രീതിയിൽ സ്പൈനൽസ് ഫോം ചെയ്യുന്നത് ട്രാൻസിഷൻ മെറ്റലാണ്. ബട്ട് ദർ വിൽ ബി സം കൈൻഡ് ഓഫ് കാറ്റയോൺസ് ലൈക്ക് Ca ആൻഡ് Na ഓർ Mg. ദീസ് ആർ നോട്ട് ട്രാൻസിഷൻ മെറ്റൽസ്. ഈ നോൺ ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഈ സ്പൈനൽസ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇഫ് ദ നോൺ ട്രാൻസിഷൻ മെറ്റൽ പ്രസൻറ്റ് ആസ് 2+, ഇപ്പം Mca2+ അല്ലെങ്കിൽ Mg2+ ഒക്കെ ആവുന്ന സമയത്ത് അത് നോർമൽ സ്പൈനലായിരിക്കും. ആൻഡ് ഇഫ് ദ നോൺ ട്രാൻസിഷൻ മെറ്റൽ പ്രസൻറ്റ് ഈസ് ഇൻ, ഫോർ എക്സാമ്പിൾ അലൂമിനിയം 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നോൺ ട്രാൻസിഷൻ മെറ്റൽ ഈസ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻവേഴ്സ് സ്പൈനൽ. അപ്പം ഒരു ഗിവൺ കോമ്പൗണ്ട് സ്പൈനൽ കോമ്പൗണ്ട് ആണോ ഇൻവേഴ്സ് സ്പൈനൽ കോമ്പൗണ്ട് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വി ക്യാൻ ആൾസോ യൂസ് ദിസ് പോയിന്റ്. നോൺ ട്രാൻസിഷൻ മെറ്റൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഗിവൺ കോമ്പൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്പൈനലായിരിക്കും. ഈ നോൺ ട്രാൻസിഷൻ മെറ്റൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻവേഴ്സ് സ്പൈനൽ. Okay, then there is John-Teller distortion. John-Teller distortion is a very important topic in the coordination chemistry. സോ ജോൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ എന്താ, സാധാരണ രീതിയിൽ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എല്ലാ ബോൺസും എന്തായിരിക്കും, ഇക്വലൻ്റ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ബോൺസും ഇപ്പോൾ ഈ മെറ്റൽ ഈ ഹൊറിസോണ്ടൽ ബോൺസ് ആയാലും ഈ ആക്സിയൽ ബോൺസ് ആയാലും ഓൾ ദ ബോൺസ് വിൽ ബി ഇക്വലൻ്റ്. പക്ഷേ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ദർ വിൽ ബി ജോൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം ദർ വിൽ ബി അൺഈക്വൽ ബോണ്ട് ലെങ്ത്സ്. ഈ ഹൊറിസോണ്ടൽ ബോണ്ട് ലെങ്ത്തും ആക്സിയൽ ബോണ്ട് ലെങ്ത്തും വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ജോൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ occurs. In a non-linear degenerate molecular system, unsymmetrical electron distribution causes some kind of distortion in symmetry and hence degenerate orbital splits. എന്താണ് ജോൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് ചോദിക്കാനുള്ള അതിൻ്റെ ആൻസറാണ്, ഇഫ് in a non-linear degenerate molecular system, unsymmetrical electronic distribution എപ്പോഴാണ് ജോൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ അറൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ആൻസറാണ്. ദാറ്റ് ഈസ് അൺസിമെട്രിക്കൽ ആയിട്ട് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ജോൺ-ടെല്ലർ ഡിസ്റ്റോർഷൻ അറൈസ് ചെയ്യുക. ആൻഡ് അങ്ങനെ അൺസിമെട്രിക്കൽ ആയിട്ട് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോസസ് സം കൈൻഡ് ഓഫ് ഡിസ്റ്റോർഷൻ ഇൻ സിമെട്രിയിൽ, അതായത് ബോണ്ട് ലെങ്ത്തിലൊക്കെ എന്തുണ്ടാവും, some kind of distortions, some bonds will be elongated, some will be shortened, അങ്ങനെ ഡിസ്റ്റോർഷൻ സംഭവിക്കും. ആൻഡ് ഹെൻസ് ഡീജനറേറ്റ് ഓർബിറ്റൽ സ്പ്ലിറ്റ്സ്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്തായിരുന്നു, സെയിം എനർജി ഉണ്ടായിരുന്നെങ്കിലാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കും, ഈ
ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വളരെ നല്ലൊരു എക്സാമ്പിളാണ് CuH2O6 × 2+. ഈ CuH2O6 × 2+ൽ CuD9 സ്റ്റേറ്റിലാണ്, Cu2+ ആണ്. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 2+ ആണ് വരിക. അപ്പം ഇറ്റ് ഈസ് വിൽ ബി ഇൻ D9. 9 ഇലക്ട്രോൺസ് ഉണ്ടാവും ഇവിടെ ഡി ഇലക്ട്രോണിൽ, ഡി സബ്ഷനിൽ. അപ്പം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെയാണ് സാധാരണ ഇതിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കാറുള്ളത്? T2G orbitals will be have lower energy and EG orbitals will have higher energy. Then copper CuH2O6 × 2+ എന്നുള്ള പെർട്ടിക്കുലർ കോമ്പൗണ്ടിൽ കോപ്പർ ഈസ് ഇൻ D9 സ്റ്റേറ്റ്. D9 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 1 2 3. ദെൻ ഈ ഇലക്ട്രോൺസ് സ്പ്ലിറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് H2O വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്, അതുകൊണ്ട് നമ്മളിവിടെ പോകും, പെയറിങ് നടക്കാണ്ട് ഈസിയിലേക്ക് പോകും. 1 2 3 4 5 6 7 8 and there will be 9. നമുക്ക് നോക്കാം. there is unsymmetrical electronic distribution. കാരണം എന്താ, ഈ EG സെറ്റ് നോക്കാം. EG സെറ്റിൽ സാധാരണ രീതിയിൽ ഐഡിയൽ കേസിൽ എന്ത് വരണം, ഈ EGയിലെ DX2 Y2 DZ2 ഇതിലൊന്ന് DX2 Y2 സെറ്റാണ്, ഒന്ന് DZ2 സെറ്റാണ്. അപ്പോൾ ഈ DX2 Y2 DZ2 ഐഡിയലി ഇറ്റ് വിൽ ബി ഇൻ ഡീജനറേറ്റ് സ്റ്റേറ്റ്. പക്ഷേ അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം EGയിൽ ടോട്ടൽ 3 ഇലക്ട്രോണാണ്. ഒരു DX2 Y2 DZ2 ഇവിടെ 2 ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ട്, മറ്റേതിന് 1 കിട്ടിയിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ഉണ്ടാവും. അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കേഴ്സ്. അങ്ങനെയാണ് സമയത്ത് ലിഗാൻസ് ഇൻ X2 Y2 പ്ലെയിൻ. ഇവിടെ 2 കേസ് വരാം. ഒന്നെങ്കിൽ ഈ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുള്ളത് അത് DX2 Y2 വരാം. DX2 Y2 എന്നുള്ള EG സെറ്റിൽ ഏതൊക്കെ ഡി ഇലക്ട്രോൺസ് ആണുള്ളത്, ഡി ഓർബിറ്റൽസ് ആണുള്ളത്? DX2 Y2 ഉണ്ട്, അതുപോലെ തന്നെ DZ2 ഉണ്ട്. ഈ പെർട്ടിക്കുലർ കേസിൽ EG3 it can be written as T2G6 and EG3. T2G6 and EG3. T2G സെറ്റിൽ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, EG സെറ്റിൽ 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ 3 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺ ഒന്നെങ്കിൽ DX2 Y2 സെറ്റിൽ വരാം, അല്ലെങ്കിൽ DZ2 വരാം. അപ്പോൾ DX2 Y2 സെറ്റിലാണ് ഈ 2 ഇലക്ട്രോൺസ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ then ligands in X2 Y2 plane experience more repulsion in T2G6 DX2 Y2 DZ2 1 than in DZ2 ഓർബിറ്റൽ. ഈ DX2 Y2 പ്ലെയിനിലൂടെ വരുന്ന ലിഗാൻസ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് റിപ്പിൾ ചെയ്യും. സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് റിപ്പിൾ ചെയ്യുന്ന സമയത്ത് ആ ലിഗാൻസിന് വളരെ നന്നായിട്ട് അടുത്തോട്ട് വരാൻ സാധിക്കില്ല. ദെൻ ദ ബോണ്ട് വിൽ ബി ഇലോങ്ങേറ്റഡ്. അത് X2 Y2 പ്ലെയിനിൽ കിടക്കുന്ന ബോണ്ട് വിൽ ബി ഇലോങ്ങേറ്റഡ്. ഈ X2 Y2 പ്ലെയിനിൽ കിടക്കുന്ന ബോൺസ് എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ബോൺസ് ആണ്. ദീസ് തിങ്സ്. ഈ ആക്സിൽ ബോണ്ടില്ല. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള X2 Y2 പ്ലെയിനിൽ കിടക്കുന്ന ബോൺസ് വിൽ ബി ഇലോങ്ങേറ്റഡ്. കാരണം എന്താ, ഇവിടെ DX2 Y2 എന്നുള്ള ഡി ഓർബിറ്റലാണ് കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളത്. കൂടുതൽ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ലിഗാൻസിന് നന്നായിട്ട് റിപ്പൾഷൻ വരും. നന്നായിട്ട് റിപ്പൾഷൻ വരുന്ന സമയത്ത് അത് കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ DX2 Y2 അല്ലെങ്കിൽ XY പ്ലെയിനിൽ കിടക്കുന്ന ഈ ബോൺസ് എല്ലാം ഇലോങ്ങേറ്റ് ചെയ്യും. അതേസമയം ഈ റിലേറ്റീവ്ലി ഈ Z ആക്സിസിൽ കിടക്കുന്ന ലിഗാൻസ് എന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി കം ക്ലോസർ. ദാറ്റ് ഈസ് Z ഇൻ കേസ് എന്ന് പറയും. കാരണം Z ആക്സിസിലുള്ള ലിഗാൻസ് എന്ത് വരും, അടുത്തോട്ട് വരും, ക്ലോസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് Z ഇൻ കേസ് എന്ന് നമ്മൾ പറയും. ആൻഡ് ദർ വിൽ ബി അനദർ കേസ് ആൾസോ. ഈ EG3 എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ DX2 Y2 ആണ് 2 ഇലക്ട്രോൺ കൊടുത്തെങ്കിൽ DZ2 2 ഇലക്ട്രോൺസിനെ കൊടുക്കാം. DZ2 2 ഇലക്ട്രോൺസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞത് നേരെ വിപരീതമായിട്ട് DZ-ലാണ് ഇപ്പോൾ ഇലക്ട്രോ ഡെൻസിറ്റി കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ടും Z ആക്സിസിലൂടെ കടന്നു വരുന്ന ലിഗാൻസിനായിരിക്കും കൂടുതലായിട്ട് റിപ്പൾഷൻ ഒക്കെ ചെയ്യുക. കൂടുതലായിട്ട് റിപ്പൾഷൻ വരിക മീൻസ് ദാറ്റ് വിൽ ബി അറ്റ് എ ഹയർ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് Z ഔട്ട് കേസ്. റിലേറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഈ Z ആക്സിലൂടെ വരുന്ന ലിഗാൻസ് ആ ബോണ്ട് ലെങ്ത് ഇലോങ്ങേറ്റ് ചെയ്യുകയും ബാക്കി 4 ബോൺസും കുറച്ചുകൂടി മെറ്റലിൻ്റെ അടുത്തോട്ട് വരികയും ചെയ്യും. ദാറ്റ് ഈസ് Z ഔട്ട് കേസ്. Z ആക്സിസിലുള്ള ബോണ്ട് അതെന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും. So that is two specific cases in John Taylor distortion, Z in and Z out cases.
The electronic configuration involving EG shows strong distortion. Those having only T2G shows slight distortion. ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ സാധാരണ രീതിയിൽ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ ഏതാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ ഷോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് സാധാരണ രീതിയിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പം അവിടെ ഓർത്ത് വെക്കുന്ന 1-2 പോയിന്റ്സ് പറഞ്ഞത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻവോൾവിങ് EG ഷോസ് സ്ട്രോങ് ഡിസ്റ്റോഷൻ. ദോസ് ഹാവിങ് ഓൺലി T2G ഷോസ് സ്ലൈറ്റ് ഡിസ്റ്റോഷൻ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. T2Gയിൽ മാത്രമേ ഇലക്ട്രോൺസ് വരുന്നുണ്ടെങ്കിൽ ദിസ് ഹിയർ T2Gയിൽ മാത്രം ഇലക്ട്രോൺസ് വരുന്നു, EGയിൽ എന്താണ് 0 ഇലക്ട്രോൺസ് ആണ്. അവിടെ നോക്കുന്ന സമയത്ത് there will be only slight distortion. ഇനി EG സെറ്റിലാണ് ഇലക്ട്രോൺസ് വരുന്നെങ്കിൽ EG സെറ്റിൽ ഇലക്ട്രോൺസ് അൺസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഈ EG സെറ്റിൽ there will be 2 types of d orbitals. ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോൺ EG സെറ്റിൽ ഒരു ഇലക്ട്രോൺ മാത്രം വരണം, അല്ലെങ്കിൽ there will be 3 electrons. ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വീതമോ ഓരോന്നിലും 4 ഇലക്ട്രോൺ വീതമോ വന്നാൽ ദാറ്റ് വിൽ ബി നോട്ട് അൺസിമെട്രിക്കൽ. അൺസിമെട്രിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ, അൺസിമെട്രിക്കൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി നോ ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ. അപ്പോൾ ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ ഉണ്ടാവാനുള്ള ബേസിക് കാര്യം എന്ത് വേണം? ദർ വിൽ ബി അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് EG ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോഷൻ വിൽ ബി സ്ട്രോങ്ങർ ദാൻ that of that contain only T2G orbitals. ഇനി അൺസിമെട്രിക്കൽ അല്ലാത്ത ഫുള്ളി ഫിൽഡോ അല്ലെങ്കിൽ സീറോ ഫിൽഡോ ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് വരുന്നതെങ്കിൽ ദർ വിൽ ബി നോ ഡിസ്റ്റോഷൻസ് അറ്റ് ഓൾ. അപ്പം ഈ 3 പോയിന്റാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ്റെ ഈ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ഏതാണ് ഷോ ചെയ്യുക, ഏതാണ് ഷോ ചെയ്യാതിരിക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദീസ് തിങ്സ് ആർ ദ വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ദാറ്റ് ഈസ് സ്ട്രോങ് ആയിട്ട് ഡിസ്റ്റോഷൻ കാണിക്കുക ഏതൊക്കെയാണ്? അൺസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. എവിടെ ഉണ്ടായിരിക്കണം? EGയിൽ അൺസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന സമയത്താണ് ദർ വിൽ ബി സ്ട്രോങ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ ഉണ്ടാവുക. സ്ലൈറ്റ് ഡിസ്റ്റോഷൻ എപ്പോഴാണ് ഉണ്ടാവുക? T2Gയിൽ മാത്രമാണ് അൺസിമെട്രിക്കൽ ആയിട്ടായിരിക്കണം ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അൺസിമെട്രിക്കൽ ഫിൽ ചെയ്യുന്നത് EGയിലാണെങ്കിൽ സ്ട്രോങ് ഡിസ്റ്റോഷൻ ഉണ്ടായിരിക്കും, T2Gയിലാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ് ഡിസ്റ്റോഷൻ. ആൻഡ് ദർ വിൽ ബി നോ ഡിസ്റ്റോഷൻ അറ്റ് ഓൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അൺസിമെട്രിക്കൽ ഫില്ലിംഗ്. T2G 3 EG2 ആവുന്ന സമയത്ത് EGയിൽ എന്ത് വന്നു? 2 ഇലക്ട്രോൺ അവിടെ വന്നു, ദാറ്റ് ഈസ് സിമെട്രിക് ഫില്ലിംഗ്. ഇനി 4 ആവുന്ന സമയത്തും ദാറ്റ് ഈസ് സിമെട്രിക് ഫില്ലിംഗ്. 0 ആവുന്ന സമയത്തും ദാറ്റ് ഈസ് ആൾസോ സിമെട്രിക് ഫില്ലിംഗ്, കാരണം അവിടെ ഒന്നുമില്ല. അപ്പം അൺസിമെട്രിക്കൽ അല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി നോ ഡിസ്റ്റോഷൻസ് അറ്റ് ഓൾ. അപ്പോൾ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തരുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്ടാഹെഡ്രലാണോ ടെട്രാഹെഡ്രലാണോ നോക്കുക, സ്ട്രോങ് ഫീൽഡാണോ വീക്ക് ഫീൽഡാണോ ഇവർ നോക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അക്കോർഡിംഗ് ടു T2G EG വരുന്ന സമയത്ത് വരുന്ന രീതിയിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അങ്ങനെ എഴുതി നോക്കുമ്പം ഇതിൽ ഇപ്പം EG സെറ്റിൽ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഫില്ലിംഗ് വരുന്നെങ്കിൽ ദാറ്റ് വിൽ കോസ് സ്ട്രോങ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ. ഇനി സിമെട്രിക് ആയിട്ടാണ് ഫില്ലിംഗ് വരുന്നെങ്കിൽ ദർ വിൽ ബി നോ ഡിസ്റ്റോഷൻ, ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ. ആൻഡ് T2Gയിലാണ് ഇനി അത്തരത്തിലുള്ള അൺസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നെങ്കിൽ ദർ വിൽ ബി ഓൺലി സ്ലൈറ്റ്ലി ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ. എന്താണ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ? ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലുള്ള Z ആക്സിസിലുള്ള സാധാരണ രീതിയിൽ Z ഔട്ട് കേസാണ് ഏറ്റവും കൂടുതൽ പ്രിഡോമിനേറ്റ് ആയിട്ട് കാണുക. അതായത് Z ആക്സിസിലുള്ള ഈ ആക്സിയൽ ബോണ്ട് കുറച്ചുകൂടി ഇലോങ്ങേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ജനറലി ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ പറയുന്ന സമയത്ത് Z ഇൻ കേസോ Z ഔട്ട് കേസോ ഉണ്ടാവും. അതായത് ഏതെങ്കിലും ബോണ്ടുകൾ ഈക്വലൻ്റ് ആയിരിക്കേണ്ടിയിരുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ബോണ്ടുകൾ തമ്മിൽ അൺഈക്വൽ ആയിട്ട് മാറുന്നതിനാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. സോ ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ രീതിയിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാറുണ്ട്. ദെൻ ദർ ഈസ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് EGയിലാണ് അൺസിമെട്രിക്കൽ ഫില്ലിംഗ് വരുന്നതെങ്കിൽ അതുമൂലമാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻ. ആൻഡ് ദർ ഈസ് ഡൈനാമിക്
John Taylor distortion that occurs due to the T2G unsymmetrical filling due to T2G. T2G dynamic എന്തായിരിക്കും, സ്ലൈറ്റ്ലി ആയിരിക്കും, വീക്ക് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇ ജി കാരണമാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്നതെങ്കിൽ, ഇ ജിയിലുള്ള അൺസിമെട്രിക്കൽ ഫില്ലിംഗ് കാരണമാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി സ്റ്റാറ്റിക്. സ്ട്രോങ് ഡിസ്റ്റോർഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി പെർമനൻറ്റ് ആൾസോ. ആൻഡ് ഇൻ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം ദർ ആർ സെവറൽ കോൺസിക്വൻസസ്. പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് എന്താ, ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്സ്. അതാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇപ്പം CuF6 4 - CuF6 4 ഇവിടെയൊക്കെ എഫ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം CuF6 4 ഐഡിയൽ കേസിൽ എന്ത് വരണം, എല്ലാ ബോൺസും എന്തായിരിക്കണം, ഈക്വലൻ്റ് ആയിരിക്കണം. പക്ഷേ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം, ഈ പറഞ്ഞിട്ടുള്ള ജോൺ ടെല്ലർ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഒക്കെ കാരണം ദർ വിൽ ബി ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്സ്. ഈ ആക്സിയൽ ബോണ്ട് എന്തുണ്ടായിരിക്കും, കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആയിരിക്കും CuF6 - കേസിൽ. അതുപോലെ തന്നെ CuH2 6 × 2+, അതും ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഐഡിയലി അതുണ്ടായിരിക്കണം, എല്ലാ CuH2 ബോണ്ടുകളും ഈക്വലൻ്റ് ആയിരിക്കണം. പക്ഷേ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം ആക്സിയൽ ബോണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും, കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഷോർട്ട് ആയിരിക്കും. ദർ വിൽ ബി ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്സ് ഡ്യൂ ടു ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. So that is the main and important consequence of the John Taylor distortion. And second consequence of the John Taylor distortion is the that can be explained by the example CuEn twice H2O twice 2+ is more stable than CuEn thrice 3+. നമ്മൾ നേരത്തെ ഈ ടോപ്പിക്കിൻ്റെ തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കലേഷൻ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കലേഷൻ എഫക്റ്റ് കാരണം, അല്ലെങ്കിൽ ഇഎൻ എന്ന് പറഞ്ഞാൽ എതിലിൻ ഡയാമിൻ എന്താണ്, ഒരു ബൈഡൻറ്റഡ് ലിഗാൻഡ്. ഈ ബൈഡൻറ്റഡ് ലിഗാൻഡ് മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി കലേഷൻ ഒക്കേഴ്സ്. എന്ന് വെച്ചാൽ മെറ്റലുമായിട്ട് ഒരു റിംഗ് ടൈപ്പ് സ്ട്രക്ചർ, നൈട്രജനും ഹിയർ ആൻഡ് ദർ വിൽ ബി ആൾസോ നോൺ നൈട്രജൻ ഹിയർ. അപ്പോൾ റിംഗ് ടൈപ്പ് സ്ട്രക്ചർ കലേഷൻ ഒക്കെ ചെയ്യും. കലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ CuEn twice 3+ എന്താണ്, ലെസ് സ്റ്റേബിൾ ദാൻ CuEn twice H2O 2+, അല്ലെങ്കിൽ CuEn twice H2O twice 2+ is more stable than CuEn twice 3+. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് EN അല്ലെങ്കിൽ കലേഷൻ നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും, കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. പക്ഷേ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം എന്താ, ഹിയർ വി ക്യാൻ ഡ്രോ ഹിയർ EN, ഇത് EN ആയിരിക്കും. അതുപോലെ ഇവിടെ ഒരു ബോണ്ട് വരും, ഇവിടേക്കും ഒരു ബോണ്ട് വരും. സോ ഇഫ് ഇറ്റ് ഈസ് ദ CuEn ട്രൈസ് ആണ് ഇതെങ്കിൽ, ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം ഈ ഒരു ബോണ്ട് ഒന്നെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യുക, ഡിസ്റ്റോർട്ട് ചെയ്യുക, ഈ ബോണ്ടും ഇലോങ്ങേറ്റ് ചെയ്യുക, ഡിസ്റ്റോർട്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഈ ENനും അല്ലെങ്കിൽ ഈ ENനും എന്തുണ്ടാവാം, കുറച്ചൊന്ന് ഡീസ്റ്റേബിൾ ആവും. പക്ഷേ അതേസമയം CuEn twice H2 ആണ് വരുന്നെങ്കിലോ, CuEn twice H2 ആണ് വരുന്നെങ്കിൽ ഈ മുകളിലും H2 വരാം, ഈ താഴെയും എന്ത് വരാം, H2 വരാം. ബാക്കി രണ്ട് സൈറ്റിലും എന്ത് വരും, EN വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനി ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്ന സമയത്തും ആർക്കേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ, ഈ H2 ഈ ഇൻഡിപെൻഡൻ്റ്ലി കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഈ H2 മോളിക്യൂൾസിന് മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. EN മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലൊന്നും വ്യത്യാസം വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ CuEn twice H2O twice whole 2+ എന്നുള്ള കോമ്പൗണ്ട് ആയിരിക്കും മോർ സ്റ്റേബിൾ ദാൻ CuEn twice 3+. കാരണം എന്താ, CuEn twice 3+ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം എന്തുണ്ടാവും, ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ENൻ്റെ ഒരു കാല് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, മറ്റേ ബോണ്ട് ഭയങ്കര വീക്ക് ആവുകയും distortions will be occurred. So that is another consequence of the abnormal consequence of the John Taylor distortion. കാരണം കലേഷൻ്റെ എഫക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ വരുന്നത്. Then there is CuH2O 6 × 2+ is more reactive than NaH2O 6 × 2+. കാരണം എന്താ, Cu2+, this is Cu2+, എന്ത് കാണിക്കും, ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഷോ ചെയ്യും. വേർ Na2+ will not show John Taylor distortion. Cu2+ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, രണ്ട് H2O മോളിക്യൂൾസ് എന്തായിരിക്കും, സ്ലൈറ്റ്ലി ഇലോങ്ങേറ്റഡ് ആയിരിക്കും, ഈ മെറ്റലിൽ നിന്നും കുറച്ചുകൂടെ അകന്നായിട്ടായിരിക്കും
ഈ 2 മോളിക്യൂൾസ് ഇരിക്കുക, 2 H2O മോളിക്യൂൾസ് ഇരിക്കുക. അകന്നിരിക്കുക മീൻസ് ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് വെരി ഈസിലി. അപ്പം CuH2O 6 ടൈംസ് എന്നുള്ള ആ കോംപ്ലക്സിൽ 2 H2O മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ മീൻസ് ദാറ്റ് ഈസ് മോർ റിയാക്റ്റീവ്. പക്ഷേ Na2+ എന്ന കേസിൽ ദർ വിൽ ബി, നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുന്ന സമയത്ത് EGയിൽ എന്തില്ല, അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ദാറ്റ് വിൽ നോട്ട് ഷോ, Na(H2O 6 × 2+) എന്നുള്ള കോമ്പൗണ്ട് വിൽ നോട്ട് ഷോ ജോൺ ടൈലർ ഡിസ്റ്റോർഷൻ. സ്വാഭാവികമായിട്ടും അവിടെ ബോണ്ട് ലെങ്ത്സ് എല്ലാം ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ Cu2+ അല്ലെങ്കിൽ CuH2O 6 × 2+ എന്തായിരിക്കും, മോർ റിയാക്റ്റീവ് ദാൻ Na(H2O 6 × 2+). അപ്പം ഈ സാധനം കൂടി ഓർത്ത് വെക്കുക, Cu2+ വിൽ ഷോ ഹൈ ജോൺ ടൈലർ ഡിസ്റ്റോർഷൻ. ജോൺ ടൈലർ ഡിസ്റ്റോർഷൻ വളരെ നന്നായിട്ട് കാണിക്കുന്ന ഒരു കോമ്പൗണ്ട്. Cu2+ വരുന്ന സമയത്തൊക്കെ ജോൺ ടൈലർ ഡിസ്റ്റോർഷൻ വളരെ നന്നായിട്ട് കാണിക്കും. അപ്പം ക്വസ്റ്റ്യനിൽ Cu2+ൻ്റെ ഒരു കോംപ്ലക്സ് ആണ് തന്നതെങ്കിൽ ദാറ്റ് വിൽ ഓഫ് കോഴ്സ് ഷോ ജോൺ ടൈലർ ഡിസ്റ്റോർഷൻ, വെരി ഹൈ സ്ട്രോങ് ജോൺ ടൈലർ ഡിസ്റ്റോർഷൻ. And then there is color and spectra of the coordination compounds. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് എല്ലാം ദർ ആർ ഡീപ്ലി കളേർഡ്, വളരെ നല്ല കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഉണ്ടായിരിക്കാം. ഈ കളേഴ്സിന് കാരണം എന്താ, ഒന്നെങ്കിൽ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ഉണ്ടാവാം, അല്ലെങ്കിൽ മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കാം, മേജർലി ഡ്യൂ ടു ദ DD ട്രാൻസിഷൻ. ഈ T2G EG ഓർബിറ്റൽസ് ആയിട്ട് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ T2G EG സെറ്റുകളായിട്ട് ഇലക്ട്രോൺസ് ഈ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്യും. ഈ EG സെറ്റിൽ നിന്ന് T2G സെറ്റിലേക്കോ ഈ T2G സെറ്റിൽ നിന്ന് EG സെറ്റിലേക്കോ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ ഒക്കർ ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിലുള്ള കളർ അത് കാണിക്കുകയും, അപ്പോൾ DD ട്രാൻസിഷൻ മുഖേന കളർ കാണിക്കാം. ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ കാരണം കളർ കാണിക്കാം. അതുപോലെ തന്നെ മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ കാരണവും കളർ കാണിക്കാം. അപ്പം if one color is absorbed, the color opposite is perceived. അപ്പം ബ്ലൂ കളറാണ് ഒരു മെറ്റൽ ഒരു കോമ്പൗണ്ട് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള ഓറഞ്ച് കളറിലായിരിക്കും ആ കോമ്പൗണ്ട് അപ്പിയർ ചെയ്യുക. അല്ലെങ്കിൽ ഇറ്റ് അബ്സോർബ്സ് ഓറഞ്ച് കളറാണ് അത് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള ബ്ലൂ കളറിലായിരിക്കും ആ കോമ്പൗണ്ട് നമുക്ക് വിസിബിൾ ആയിരിക്കാം. അതുപോലെ തന്നെ റെഡാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ആയിട്ടും, ഇനിയിപ്പം വയലറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ യെല്ലോ ആയിട്ടും. ഈ കളർ വീൽ കോംപ്ലിമെൻ്ററി, ദിസ് ഈസ് ബേസിക്കലി ദിസ് വിബ്ജിയോർ, VBGYOR, ദിസ് വിബ്ജിയോർ. ഈ വിബ്ജിയോറിൻ്റെ ഒരു കളർ വീൽ വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കോംപ്ലിമെൻ്ററി കളേഴ്സ് ഏതാണ് ഈസിലി നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു കളർ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിരിക്കും ആ കോമ്പൗണ്ട് നമുക്ക് വിസിബിൾ ആയിരിക്കാം. So it's very basic point. And these are some extra points you can remember. Acidic character and of Akka complexes is proportional to the charge by size ratio. Charge by size ratio കൂടുന്ന അനുസരിച്ച് is directly proportional to the acidic character. Acidic character ഇപ്പം ചിലപ്പോൾ മേ ബി അസിഡിക് ക്യാരക്ടർ അനുസരിച്ച് അല്ലെങ്കിൽ ഹയർ അസിഡിക് ക്യാരക്ടർ ഏതിനാ അക്ക കോംപ്ലക്സിൽ എന്നുള്ളത് ചോദിക്കാം. അപ്പം Na2 ഇവിടെ Na+, Mg2+, Al3+ നോക്കുന്ന സമയത്ത് ചാർജസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ദെൻ ചാർജ് ബൈ സൈസ് ഈസ് ആൾസോ ഇൻക്രീസിങ്. ചാർജ് ബൈ സൈസ് ഈ റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു അസിഡിക് ക്യാരക്ടർ. അപ്പോൾ അസിഡിക് ക്യാരക്ടറിൻ്റെ ഓർഡർ എന്തായിരിക്കും, ഇറ്റ് ഈസ് greater than here and greater than here. ഏറ്റവും കൂടുതൽ Al(H2O 6 × 3+) because Al3+ are high charge to size ratio. Then 3D transition metals with oxidation state greater than 4 are always low spin. നമ്മൾ നേരത്തെ ഒക്കെ പറയുന്ന സമയത്ത് low spin complex ഉണ്ടാവാം, high spin complex ഉണ്ടാവാം. അപ്പോൾ 3D transition metals with oxidation state greater than 4, ഫസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽ സീരീസ് 3D ട്രാൻസിഷൻ മെറ്റലിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രേറ്റർ ദാൻ 4 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ഷോ ലോ സ്പിൻ കോംപ്ലക്സ്. ആൻഡ് 5D 4D സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ഫോം ലോ സ്പിൻ കോംപ്ലക്സ്. ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ദെൻ ദർ ഈസ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ആക്ച്വലി ദിസ് ഡസ് നോട്ട് കംസ് അണ്ടർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ n⁻⁴ ഡിവൈഡ് ബൈ n⁻⁴ into n-n⁻⁴, where capital N⁻⁴ is the maximum number of electrons in subshell. ഇപ്പം P3 എന്നുള്ള sp3 P സബ്ഷെല്ലിലെ
P3 എന്നുള്ള കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മൈക്രോ സ്റ്റേറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് ദിസ് ഈസ് n factorial by n minus capital N factorial divided by small n factorial into capital N minus small n whole factorial എന്നുള്ള ദിസ് ആക്ച്വലി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ദെൻ ക്യാപിറ്റൽ N ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷൻ. ഇപ്പം P3 ആണ് എടുക്കുന്ന സമയത്ത് ആണ് എടുക്കുന്നതെങ്കിൽ പിയിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര എണ്ണം പറ്റും? 6 ഇലക്ട്രോൺസ് അവിടെ ടോട്ടൽ പറ്റും. ദെൻ ഇറ്റ് ഈസ് സ്മോൾ n. ഓക്കെ, സ്മോൾ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദാറ്റ് യു ആർ ഫില്ലിങ്. ഇപ്പം ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട്? 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ളൂ. ദെൻ സ്മോൾ n വിൽ ബി 3. ദെൻ അത് ഇക്വേഷനിൽ പുട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കിട്ടും. ആൻഡ് ദർ വിൽ ബി നമ്മൾ വേർണേഴ്സ് തിയറി പഠിക്കുന്ന സമയത്ത് 1 മിനിറ്റ്, വേർ വാസ് ഇറ്റ്? ഓക്കെ, വേർണേഴ്സ് തിയറി പഠിക്കുന്ന സമയത്ത് ദർ ആർ വേർണർ പഠിച്ചിട്ടുള്ള കോമ്പൗണ്ട്സ് സെയിം എലമെൻറ്റ്സ് ആണ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ കൂടി ദർ വിൽ ബി ഡിഫറെൻറ്റ് നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ്. അത് വെച്ചിട്ടാണ് വേർണർ ഈ കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം മറ്റൊരു ഈ നമ്പർ ഓഫ് അയോൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ്. അത് അയോണിക് കണ്ടക്റ്റൻസ്, ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ്. നമ്പർ ഓഫ് അയോൺസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ ഇതിൽ ഏറ്റവും കൂടുതൽ അയോണിക് കണ്ടക്റ്റൻസ് ഏതിനായിരിക്കും ഉണ്ടായിരിക്കുക? ഈ ഫസ്റ്റ് കോമ്പൗണ്ടിനായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 2 + 3 അയോൺസ് ഇവിടെ ഫോം ചെയ്യും. ഇവിടെ നോക്കുന്ന സമയത്ത് 2 + 1, ഓക്കെ, ഹിയർ ആൾസോ ഇറ്റ് ഈസ് 3, ഹിയർ ഇറ്റ് ഈസ് ഓൺലി 2. ഓൺലി 2 ഇലക്ട്രോൺസ് ഇവിടെ, 2 അയോൺസ് ഇവിടെ ഫോം ചെയ്യുള്ളൂ. അപ്പം നമ്പർ ഓഫ് അയോൺസ് ഓരോ കോംപ്ലക്സ് എടുക്കുന്ന സമയത്ത് അത് അയോണൈസ് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. ഈ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് അയോൺസ് കൂടുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? നമ്പർ ഓഫ് അയോൺസ് കൂടുന്ന സമയത്ത് അയോണിക് കണ്ടക്റ്റൻസ് കൂടും, ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് ഈസ് ആൾസോ ഇൻക്രീസസ്. സോ ഇൻ കേസ് 2-3 കോംപ്ലക്സ് തന്നിട്ട് അത് ഇലക്ട്രോണിക് കണ്ടക്റ്റൻസിന് ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ഒക്കെ എഴുതാൻ പറയുന്ന സമയത്ത് വി ക്യാൻ യൂസ് ദിസ് പോയിന്റ്. നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് വിൽ ബി ഇൻക്രീസ്ഡ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കോർഡിനേഷൻ കെമിസ്ട്രി ഫോർ CUT, MSc കെമിസ്ട്രി. CUTയുടെ സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഐ നോ ദർ വിൽ ബി സം ഡൗട്ട്സ്, ഓഫ് കോഴ്സ് ദർ ഷുഡ് ബി. സോ സ്വാഭാവികമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ദർ വിൽ ബി ഓഫ് കോഴ്സ് ഡൗട്ട്സ്, ദർ ഷുഡ് ബി ഡൗട്ട്സ്. അപ്പോൾ മേ ബി വി ക്യാൻ അറേഞ്ച് സം അതർ സെഷൻസ് ഫോർ പ്രാക്ടീസിങ് ദീസ് CFSE values, oxidation state, such that before that ഈ സെഷൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് എല്ലാം റെഫർ ചെയ്തിട്ട് തന്നിട്ടുള്ള വർക്ക്സ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് വി ക്യാൻ അറേഞ്ച് അനദർ സെഷൻ ടു ഡിസ്കസ് ദോസ് ആൻസേഴ്സ് ആൻഡ് the previous year question papers and the model question papers also. Okay, so thank you all. That's all about coordination chemistry. Thank you all.